ഒരു വാക്ക് നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഒരു കുടുംബമായിട്ട് പല ഭവനങ്ങളിലായിരിക്കെ തന്നെ ഒരു കുടുംബമായിട്ട് കർത്താവെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ തിരുപാദ പീഠത്തിൽ കർത്താവെ ആയിരിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചതിനോട് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുവാനും കർത്താവെ അങ്ങേ നിന്ന് കേൾക്കുവാനുമുള്ള കർത്താവെ ഓരോ അവസരങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു. അവിടുത്തെ ദാനമാണ് കർത്താവെ. അതെ കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. അങ്ങയിൽ നിന്നുള്ള ജീവനും ആത്മാവാകുന്ന അവിടുത്തെ തിരുവചനങ്ങളെ കേൾപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെത്തിനെയും താഴ്ത്തുന്നു കർത്താവെ. അതിന് തടസ്സമായിട്ടുള്ള ഞങ്ങളിലെ ആ സ്വയജീവനെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകിയാട്ടെ, സ്നേഹത്താൽ ഞങ്ങളെ അളവില്ലാതെ നിറച്ചാട്ടെ. അവിടുന്ന് കർത്താവെ ആ 11 ശിഷ്യന്മാരോട് കർത്താവെ അവിടുന്ന് വളരെ ഹൃദ്യമായിട്ട് അവരോട് തോൾ ചേർന്ന് കർത്താവെ അവിടുന്ന് സംസാരിച്ച ആ ഹൃദ്യമായ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇന്നും കർത്താവെ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും അനന്യമായതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. യു ആർ ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. കർത്താവെ, അവിടുന്ന് ഇന്നും ഞങ്ങളോട് കർത്താവെ ആ ശിഷ്യന്മാരോട് സംസാരിച്ച അതേ ഹൃദയതയോടെ അതേ ആ ഊഷ്മളതയോടെ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ മൃദുസ്വരം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ, എല്ലാവരെയും ശ്രദ്ധയോടെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും വരുവാനാണ് ആരെങ്കിലും ഉണ്ടെങ്കിലും കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതൃകയുടെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം മാസങ്ങളായിട്ട് നമ്മൾ വളരെ പതുക്കെ ഓരോരോ വേർഡ്സായിട്ടൊക്കെ ധ്യാനിച്ച് നമ്മൾ വരികയായിരുന്നല്ലോ. യോഹന്നാന്റെ സുവിശേഷം നമ്മളിപ്പം 15-ാം അധ്യായത്തിൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 9-10 വാക്യങ്ങൾ വരെയൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു. നമുക്ക് അതിൻ്റെ സന്ദർഭം നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമുക്കറിയാം. കർത്താവിൻ്റെ ഈ ഇഹലോക ജീവിതവാസം 33 വർഷക്കാലം കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചു. അപ്പോൾ ആ 33 വർഷക്കാലം കർത്താവ് അതിൻ്റെ ഒടുവിലാണ് കർത്താവ് ഒരു ദിവസം പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ട് കർത്താവ് ക്രൂശിലേറുന്നത്. അപ്പോൾ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രി ശിഷ്യന്മാരുമായിട്ടുള്ള അവസാനത്തിൽ അത്താഴം കഴിക്കുന്നു. അവരുമായിട്ടുള്ളൊരു സ്നേഹവിരുന്ന്, അവരുമായിട്ട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന കർത്താവത്തിൻ്റെ പ്രിയ ശിഷ്യന്മാരുമായിട്ട് ആ 12 ശിഷ്യന്മാരുമായിട്ട് ഉള്ള ഒരു സ്നേഹവിരുന്ന്, ആ പെസഹ അത്താഴമൊക്കെ കഴിക്കുന്ന ഒരു രംഗം നമ്മൾ യോഹന്നാൻ 13 മുതൽ തന്നെ കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതും അവർക്ക് അപ്പം അത് മുറിച്ച് കൊടുക്കുന്നതും യൂദാസ് അതിനുശേഷം ഉറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട്. ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 31 മുതൽ പിന്നെ 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, അങ്ങനെ ആ 3 അധ്യായം 14, 15, 16, 3.25 അധ്യായം നീണ്ട ഒരു പ്രഭാഷണം എന്ന് പറയുന്നതിനെക്കാട്ടിലും സംഭാഷണമാണ് നമ്മളവിടെ യോഹന്നാൻ അവിടെ അപ്പർ റൂം ഡിസ്കോഴ്സ് എന്നൊക്കെ ചിലരതിനെ വിളിക്കാറുണ്ട്. എന്നാൽ ആ മാളികമുറിയിൽ കർത്താവ് അത് മൊത്തവും മാളികമുറിയിൽ വെച്ചായിരിക്കില്ല പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ആ 14-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നുണ്ട്. നാം എഴുന്നേൽക്കുവിൻ, നാം പോവുക. 14-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആ സമയത്ത് ഒരുപക്ഷെ കർത്താവ് മാളികമുറിയിൽ നിന്ന് പിന്നെ ഒലിവുമലയിലോട്ട് പോകുന്ന ഒരു രംഗമാണ് നമ്മൾ മത്തായി 26:30 നമ്മൾ വായിക്കുന്നത്. സ്തോത്രഗീതം പാടി അവർ ഒലിവുമലയിലേക്ക് പോയതായിട്ട് നമ്മളവിടെ മർക്കോസിൻ്റെയും മത്തായിയുടെയും സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. മത്തായി 26:30 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് കർത്താവ് ആ 15-ാം അധ്യായം നമ്മളിപ്പം ധ്യാനിക്കുന്ന ആ 15-ാം അധ്യായമൊക്കെ കർത്താവ് ആ മാളികമുറിയിൽ ഒരു അപ്പർ റൂം, ഇതുപോലെ ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു ടെറസ് മാതിരി ഒരു മാളികമുറി, അതായത് അപ്പർ റൂം, ഒരു വീടിൻ്റെ മുകളിലത്തെ നില, അത് ഒരു പക്ഷേ അടഞ്ഞതോ തുറന്നതോ ആയിട്ടുള്ള ഒരു അപ്പർ റൂമിലായിരുന്നു കർത്താവും ശിഷ്യന്മാരും അന്ത്യത്താഴം കഴിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ എഴുന്നേറ്റ് പോയി. അപ്പോൾ ആ ഒലിവുമലയിലേക്ക് പോകുന്ന വഴിയിൽ ഒലിവുമലയിൽ എത്തുമ്പോഴും ഒക്കെയുള്ള കർത്താവിൻ്റെ വചനങ്ങളാണ് യോഹന്നാൻ, കർത്താവിൻ്റെ മാർവോട് ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ വേറെ ഒരു സുവിശേഷകന്മാരും മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഒന്നും എഴുതാത്ത പല കാര്യങ്ങളും യോഹന്നാന് കർത്താവിൻ്റെ മാർവോട് ചാരിയിരുന്ന കർത്താവിൻ്റെ ഹൃദയത്തുടുപ്പുകൾ ഒപ്പിയെടുത്ത ആ യോഹന്നാന് അതെല്ലാം പരിശുദ്ധാത്മാവിനാൽ ഓർത്ത് അത് കർത്താവിൻ്റെ വചനങ്ങൾ ആ തിരുവായി മൊഴിഞ്ഞ് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കർത്താവ് തൻ്റെ സഭയ്ക്കായിട്ട് യോഹന്നാനിലൂടെ എഴുതി വെച്ചത് നമുക്ക് എത്ര അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങളാണ്. വർഷങ്ങളായിട്ട് എത്രയോ പേരെ മാനസാന്തരത്തിലേക്കും ജീവനിലേക്കും സമൃദ്ധിയായ ജീവനിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.
അങ്ങനെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെയാണ് സാക്ഷാൽ മുന്തിരിവള്ളി. ഇസ്രായേലിന് ഒരു മുന്തിരിവള്ളിയായിട്ട് ദൈവം ഇസ്രായേലിൽ നിന്ന് കൊണ്ട് നട്ടതായിട്ടൊക്കെ നമ്മൾ സങ്കീർത്തനം 80-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിലൊക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്നാൽ അവർ ഇസ്രായേൽ ഒരു കാട്ടുമുന്തിരികളാണ് കായ്ച്ചത്. ഇസ്രായേലിന് ഫലം ദൈവത്തിനൊട്ടും പ്രസാദകരമായിരുന്നില്ല. എന്നാൽ സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് ഇസ്രായേലിൽ തന്നെ കർത്താവ് മറിയത്തിൻ്റെ ഉദരത്തിൽ ദാവീദിൻ്റെ സന്തതിയായിട്ട്, ദാവീദിൻ്റെ സന്തതിയായിട്ട് മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഒരു മനുഷ്യനായിട്ട് കർത്താവ് ഒരു യഹൂദനായിട്ട് തന്നെ ജനിച്ച് കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് പിതാവിന് ഏറ്റവും പ്രസാദകരമായ ഫലം കായ്ച്ചു. ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇൻ ഹൂം ഐ എം വെൽ പ്ലീസ്ഡ് എന്ന് കർത്താവ് സ്നാനത്തിൻ്റെ സമയത്ത് പറയുന്ന കാര്യം നമ്മൾ മത്തായി 3-ാം അധ്യായത്തിലും ലൂക്കോസ് 3-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം ഒരു മധ്യത്തോടെ അവിടെ മറുരൂപമലയിൽ വെച്ച് മത്തായി 17-ാം അധ്യായത്തിൽ വീണ്ടും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് പറയുന്നത് കേൾക്കുവിൻ എന്നുള്ള പിതാവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങി. പിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒടുക്കം ഒരു 3 പേജ് എസ്സേ ആണെങ്കിൽ ഓരോ പേജിലും ടിക്ക് മാർക്കിട്ട് ടീച്ചർമാർ വെരി ഗുഡ്, എക്സലൻറ്റ് എന്ന് എഴുതുന്നത് പോലെ പിതാവ് യേശുവിൻ്റെ ആ 3.5 വർഷത്തിൽ 3 തവണ പിതാവിൻ്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്നാനജനത്തിൻ്റെ സമയത്ത് നല്ല ഫലം കായ്ച്ച ആ പുത്രൻ, അതായത് യേശുവിൻ്റെ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. 30 വർഷക്കാലം ഒരു തച്ചനായിട്ട് ജീവിച്ചു. അവൻ കർത്താവ് തച്ചൻ്റെ മകനായിട്ട് മാത്രമല്ല, ഇവൻ തച്ചനല്ലയോ എന്ന് തന്നെയാണ് നമ്മൾ മർക്കോസ് 6:3 മർക്കോസ്, നമ്മളിവിടെ ഞാനിപ്പം യോഹന്നാനിലേക്ക് പോകുമായിരുന്നു, അതിന് മുമ്പ് മർക്കോസ് 6:3 ഇവനൊരു തച്ചനല്ലയോ എന്ന് എഴുതുന്നത്. ഇസ് ദിസ് നോട്ട് ദ കാർപ്പൻ്റർ? അതെ, മർക്കോസ് 6:3 ഇവൻ മറിയുടെ മകന് യാക്കോബ്, യൂദാ, ശീമോൻ എന്നിവരുടെ സഹോദരമായ തച്ചനല്ലയോ? അപ്പം കർത്താവ് യോസെഫ് എന്ന തച്ചൻ്റെ മകനായിട്ട് മാത്രമല്ല, ഇവൻ കർത്താവ് തച്ചനായിട്ട് തന്നെ 30 വർഷക്കാലം ജീവിച്ചത്. തച്ചനല്ലയോ എന്ന് അവർ ചോദിക്കുന്നത്. അല്ല, ഇവിടെ ഞാൻ തച്ചനൊന്നും അല്ലെന്ന് കർത്താവ് അവിടെ പറയുന്നൊന്നുമില്ല. അവിടെ തച്ചനാണ്. വെറുതെ കുറേ ആൾക്കാർ ഇന്ന് പലരും പിന്നീട് യേശു കാശ്മീരി വന്നു, കന്യാകുമാരി വന്നെന്നോ വേറെ പലയിടത്തുമൊക്കെ ആ 30 വർഷക്കാലം ഹിഡൻ ഇയേഴ്സിൽ പോയി എന്നൊക്കെ പറഞ്ഞ് പല കെട്ടുകഥകളൊക്കെ ആൾക്കാർ പറഞ്ഞ് പുസ്തകം വിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി പഠിച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ദൈവവചനത്തിൽ വ്യക്തമായിട്ട് കർത്താവ് തച്ചനായിട്ട് അവിടെ 30 വർഷക്കാലം കർത്താവ് തൻ്റെ കുടുംബത്തെ നോക്കി ജീവിച്ച് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു മകനായിട്ട്, ഒരു സഹോദരനായിട്ട്, ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനായിട്ട് കർത്താവ് എല്ലാവർക്കും മാതൃകയായിട്ട് അവിടെ ജീവിച്ചു. അതിനുശേഷം പിതാവിൻ്റെ തക്ക സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് ഇറങ്ങി. അപ്പം ശുശ്രൂഷയുടെ തുടക്കത്തിൽ അതുവരെ 30 വർഷക്കാലം താനൊരു യൗവനക്കാരനായിട്ട് പാപം ചെയ്തു യേശാതെ, നമ്മെപ്പോലെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെട്ടിട്ടും പാപം ചെയ്യാതെ കർത്താവ് ജീവിച്ചു. ഇവൻ്റെ പ്രിയപുത്രനെ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 3:16 വാക്യത്തിലേക്ക് നമ്മൾ ആ സ്നാനജലത്തിലുള്ള പിതാവിൻ്റെ സാക്ഷ്യപത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ മത്തായി 17-ാം അധ്യായത്തിൽ, പിന്നെ ആ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഇവിടെ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. അവിടെയും സ്വർഗത്തിൽ നിന്നൊരു വലിയൊരു ശബ്ദം കേൾക്കുവാണ്. എന്താ വായിക്കുന്നത്? ഐ ഹാവ് ബോത്ത് ഗ്ലോറിഫൈഡ് ഇറ്റ്. 28-ാമത്തെ വാക്യം, യോഹന്നാൻ 12:28 സ്വർഗത്തിൽ നിന്നുള്ളൊരു ശബ്ദം കർത്താവിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും മധ്യത്തിലും ഒടുക്കത്തിലും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമായിട്ട് അതിനത് മുഴങ്ങി, ഒരു മുദ്ര, ഒരു സീൽ, ഒരു പിതാവിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ അവിടെ കാണുക. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 12:28. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തി എന്നൊരു ശബ്ദം ഉണ്ടായി. അത് കേട്ടിട്ട് അരികിൽ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി. വെടി ഉണ്ടാകുമ്പോൾ പുകയാന്ന് പറയുന്നത് പോലെ പുരുഷാരത്തിനൊന്നും മനസ്സിലായില്ല, ഒന്നും കത്തിയില്ല. അപ്പോൾ ഇത്രയും വലിയ ശബ്ദം ഉണ്ടായപ്പോൾ ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. എന്തോ ഇടിമിന്നലുണ്ടായതാ, കാലവർഷമായിരിക്കും അല്ലെങ്കിൽ ഇടവപ്പാതി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് പോലെ മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കർത്താവ് പിന്നെ തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പം നമ്മൾ തിരിച്ച് യോഹന്നാൻ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഏറ്റവും നല്ല മുന്തിരി ഫലം കായ്ച്ച നല്ല സാക്ഷാൽ മുന്തിരിയായ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ഏറ്റവും നല്ല മുന്തിരി കായ്ച്ചു. ഇന്ന് കൊമ്പുകളായിട്ട് ശിഷ്യന്മാരായിട്ടുള്ള നമ്മളെ ആ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കാട്ടൊലിവായിരുന്നു, എന്നാൽ നാട്ടൊലിവിനോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ റോമർ 11-ാം അധ്യായത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അവിടെ ഒലിവ് ചെടിയുടെ ഒലിവ് മരത്തിൻ്റെ ഉപമയാണെങ്കിൽ ഇവിടെ മുന്തിരിവള്ളിയുടെ ഉപമയായിട്ട് നമ്മളും ആ ഒരു കാട്ടുമുന്തിരി പോലെയുള്ള
വിജാതീയമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവിനോട് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇണച്ചു വെച്ചിരിക്കുക. അപ്പം നമ്മൾ എന്നാൽ നമുക്ക് വീണ്ടും ദൈവം ഒരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് മാറി അങ്ങ് പോകാൻ ഉള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് നമ്മളെ ഇങ്ങനെ റോബോട്ടിനെ പോലെ പിടിച്ച് കെട്ടി പ്രോഗ്രാം ചെയ്ത് ചെങ്ങലയിൽ ബന്ധിച്ച് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞിങ്ങനെ ഒരു അടിമനുഖത്തിൻ്റെ കീഴിലല്ല, മറിച്ച് കർത്താവ് തൻ്റെ സ്നേഹത്താൽ നമ്മളെ ആകർഷിച്ചു, സ്നേഹച്ചരടുകളാൽ കർത്താവ് നമ്മളെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ കർത്താവിനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നമുക്കങ്ങ് പോയാൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ നിത്യമായിട്ടുള്ള നഷ്ടം. കർത്താവിനും അതിൽ വലിയ ദുഃഖമുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചൊരിഞ്ഞ് നമ്മെ സമ്പാദിച്ച സമ്പാദ്യമാണ് നമ്മളപ്പം. എന്നാൽ ആ സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുമോ, നിങ്ങളെ ഞാൻ ഈ മുന്തിരിവള്ളിയിലെ കൊമ്പുകളായിട്ട് ആക്കി വെച്ചിരിക്കുകയാണ്, എന്നാൽ നിങ്ങൾ എന്നിൽ തന്നെ വസിക്കണം. അത് ആ വസിക്കുക എന്നുള്ളൊരു പദമാണ് നമ്മൾ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ ഞാൻ ഇന്നിരുന്ന് എണ്ണുമായിരുന്നു. ഈ കൺകോർഡൻസ് നോക്കിയാൽ ഒരു വാക്യം, മെനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മെനോ. അപ്പോൾ ആ ഗ്രീക്ക് വാക്ക് വെച്ചാൽ വസിക്കുക എന്നും നിലനിൽക്കുക എന്നും ഇരിക്കുക എന്നൊക്കെ ആ വാക്ക് ഈ 15-ാം അധ്യായത്തിൽ പലയിടങ്ങളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെനോ എന്നുള്ള ഈ വാക്ക്, ഗ്രീക്ക് വാക്ക്, പുതിയ നിയമത്തിൽ തന്നെ 120 പ്രാവശ്യം അത് ആ വാക്ക് വന്നിട്ടുണ്ട്. 120 പ്രാവശ്യം. അതിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 38 തവണ വന്നിട്ടുണ്ട്. യോഹന്നാൻ്റെ 1 ലേഖനത്തിൽ 18 തവണ, പിന്നെ 2 യോഹന്നാനിൽ 2 തവണ, വെളിപാട് പുസ്തകത്തിൽ 1 തവണ. അപ്പോൾ അങ്ങനെ ടോട്ടലി യോഹന്നാൻ ഒരു 59 തവണയൊക്കെ ഈ വാക്ക് തൻ്റെ ലേഖനങ്ങളിലെ സുവിശേഷങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും യോഹന്നാന് ഫേവറേറ്റുള്ള ഒരു വാക്കാന്ന് തോന്നി, വസിക്കുക. മെനോ എന്നുള്ള വാക്കിനർത്ഥം വസിക്കുക, നിലനിൽക്കുക, എബൈഡ്, റിമെയിൻ, കണ്ടിന്യൂ, നോട്ട് ടു ഡിപ്പാർട്ട്, വിട്ടുപോകാതെ നമ്മൾ ഒരിടത്ത് തന്നെ തങ്ങുന്നു, ടാരി ചെയ്യുന്നു, വസിക്കുന്നു, തങ്ങുന്നു, തുടരുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥമുള്ളൊരു വാക്കാണ്. അതിൻ്റെ നൗൺ ഫോം മോനെ എന്നുള്ള വാക്ക്. നമ്മൾ മോനെ മോളെ എന്ന് വിളിക്കുന്ന മോനെ എന്നുള്ള വാക്കാണ് ഡ്വെല്ലിംഗ് പ്ലേസ്, വാസസ്ഥലം. പിതാവ് നമ്മോടൊപ്പം വന്ന് വസിക്കും എന്ന് പറയുമ്പോൾ മേക്ക് അബൌട്ട് വിത്ത് ഹിം. യോഹന്നാൻ 14:23 പിതാവ് ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. ആ വാസം എന്ന് പറയുന്ന ആ വാക്ക് വാസസ്ഥലമാക്കും എന്നാണ് കുറച്ചുകൂടി കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ആ വാസസ്ഥലം എന്നുള്ള വാക്ക് മോനെ എന്നുള്ള അതിൻ്റെ ഒരു നൗൺ ഫോം യോഹന്നാൻ 14:23 ഇവൻ പിതാവിൻ്റെ അടുക്ക അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് അതിൻ്റെ 2ാമത്തെ വാക്യം യോഹന്നാൻ 14:2 മോനെ എന്നുള്ള വാക്ക് 2 തവണ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ നൗൺ ഫോം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഇത്രയും 38 തവണ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ അതിൽ 12 തവണയും എവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ഈ ഒരു 12-13 വാക്യങ്ങളിൽ 12 തവണ, ഒരു 12-13 വാക്യങ്ങളെന്ന് നമുക്ക് പറയാം. 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 12 തവണ വസിക്കുവിൻ, വസിച്ചിട്ടില്ലെങ്കിൽ ഇന്നത് സംഭവിക്കും, വസിച്ചാൽ ഇങ്ങനെയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. പറയുന്ന ആ ഒരു കാര്യം യോഹന്നാൻ്റെ ലേഖനത്തിലും കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ വസിക്കുവിൻ, അവനിൽ വസിക്കുവിൻ, അങ്ങനെയാണെങ്കിൽ അവൻ വരുമ്പോൾ ലജ്ജയില്ലാതായി തീരത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ ആ വാക്യങ്ങൾ പാസിംഗ് ആയിട്ട് പലതവണ നമ്മൾ ബൈബിൾ സ്റ്റഡീസിൽ നമ്മളത് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ യോഹന്നാൻ 15 ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് പരിചയമില്ലാത്തവരുണ്ടെങ്കിലും പരിചയമുള്ളവരാണെങ്കിലും നമുക്ക് ആ വാക്യം ഒന്നുകൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ നിത്യതയെ കുറിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. വെച്ചാൽ നിത്യതയിൽ നമ്മളുടെ സ്ഥാനം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഈ കർത്താവിൽ വസിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പം ഇത് എത്ര പ്രധാനമുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതാ 1 യോഹന്നാൻ 2:28 വാക്യത്തിൽ ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, അതായത് കർത്താവ് 2ാമത് വരുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം, നമുക്ക് ഫിയർലെസ് കോൺഫിഡൻസ്, പരേസ്യ കോൺഫിഡൻസ്, സംസാരിക്കാനുള്ളൊരു ധൈര്യം, ഫിയർലെസ് കോൺഫിഡൻസ്, ചിയർഫുൾ കറേജ് ഉണ്ടാകേണ്ടതിന് നമ്മുടെ ഇപ്പം ചിലപ്പോൾ നമുക്ക് ധൈര്യം ഇല്ലെങ്കിൽ നാവ് ഇറങ്ങി പോകുമെന്ന് പറയും. എന്ന് പറഞ്ഞതിൽ നമുക്ക് ആ പരേസ്യ എന്നുള്ളൊരു വാക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. റിയോ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, പാസ് എന്ന് പറഞ്ഞാൽ എവറിത്തിങ്, പരേസ്യ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിനുള്ളൊരു ധൈര്യം എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രീഡമോ അൺറിസർവ്ഡ്നെസ് ഇൻ സ്പീച്ച്. അതുപോലെ കർത്താവ് വരുമ്പോൾ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ രക്ഷക, എൻ്റെ കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആരുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ആർത്തുവിളിയോടെ ഈ കർത്താവിനെ, മണവാളിനെ എതിരേൽപ്പാൻ ധൈര്യം ഉണ്ടാകേണ്ടതിന് എല്ലാവർക്കും
ആ ധൈര്യത്തോടെ കർത്താവിൻ്റെ ആ തിരുമുഖത്തേക്ക് ഇപ്പം നമ്മളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ആള്. അപ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും ഇപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പൻ്റെ അമ്മയുടെയും മുഖത്തേക്ക് നോക്കാൻ കുറച്ചൊരു ധൈര്യക്കുറവ്. അങ്ങോട്ട് പേര് വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ പറയും. എപ്പോഴും നമുക്കറിയാം എന്തോ കള്ളത്തിലുണ്ട് മുഖത്ത്, എന്തോ ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവ് വരുമ്പോൾ ധൈര്യം ഉണ്ടാകേണ്ടതിന് എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. നിങ്ങൾ 10,000 കാര്യങ്ങൾ ചെയ്യാനൊന്നും പറയുന്നില്ല. അവനിൽ വസിക്കുവിൻ. കർത്താവിലാക്കി വെച്ചിരിക്കുന്നു. അവിടെ തന്നെ നമ്മളങ്ങ് വസിക്കുക, കർത്താവിൽ തന്നെ അങ്ങ് വസിക്കുക. നമ്മൾ അതിൻ്റെ ആ ഒരു ആഴത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പം നമുക്ക് 2 രീതിയിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. നമ്മൾ റോമർ 8 അധ്യായമൊക്കെ വായിക്കുമ്പോഴും ഗലാത്യർ 5 അധ്യായമൊക്കെ വായിക്കുമ്പോഴും ജഡപ്രകാരമുള്ളൊരു ജീവിതവും ആത്മാവിനനുസരിച്ചൊരു ജീവിതം. അപ്പോൾ കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള ഒരു ജീവിതമാണ്. ജഡം അല്ലെങ്കിൽ സ്വയജീവൻ. ജഡം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ സ്വയം, ഞാൻ, അതിൽ നിന്ന് തന്നെ നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉരുത്തിരിയാം. സ്വയത്തിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ അത് മതപരമായിട്ടുള്ള പല കാര്യങ്ങൾ തന്നെ സ്വയജീവനിൽ നിന്ന് നമ്മൾ ദൈവത്തിന് എന്നവണ്ണം പല കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നു. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും നമുക്കങ്ങ് നമ്മുടെ സ്വയജീവൻ, നമ്മുടേതായ പല കാൽക്കുലേഷൻസ് അത് തെറ്റിപ്പോകുമ്പോൾ നമുക്ക് ഭയങ്കര നിരാശ, ദേഷ്യം വരുന്നു, അക്ഷമ, ആകുല ചിന്തകൾ, നമുക്ക് വല്ലാത്ത അരിശം വരുന്നു, പല കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ള വിരുദ്ധിക്കുന്നു. അതെല്ലാം സ്വയജീവൻ. നമ്മൾ നമ്മിൽ തന്നെ അങ്ങ് വസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വയം അവിടെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിൽ ആ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നത് ആ സ്വയജീവനാകുമ്പോഴാണ് ഇതുപോലൊക്കെയുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത്. നമുക്കറിയാം ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ പറയുന്നു. അതിൻ്റെ തൊട്ട് താഴെ 22, 23 വാക്യങ്ങളിൽ ഗലാത്യർ 5:19 മുതൽ 21 വരെ 3 വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഡീഡ്സ് ഓഫ് ദ ഫ്ലഷ്, പിന്നെ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലം. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ആത്മാവിൽ വസിക്കുമ്പോൾ, അതായത് കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ തലത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ഞായറാഴ്ചയും കണ്ടതുപോലെ ആത്മാവ് ദേഹമുണ്ട്. അപ്പം ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. നമ്മുടെ സ്വയജീവൻ ആ ജഡമാകുന്ന തിരശ്ശീലയിൽ നിന്നുള്ളൊരു ആ ഒരു സ്വയജീവൻ്റെ ഒരു നാറ്റമല്ല, അത് ആ സ്വയജീവനല്ല നമ്മളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയൊക്കെ നിയന്ത്രിക്കുന്നത്, മറിച്ച് ആത്മാവിൻ്റെ തലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിറഞ്ഞ് പരിശുദ്ധാത്മാവാണ് നമുക്ക് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വികാരങ്ങളെയും നമ്മളുടെ തീരുമാനങ്ങളെയും നമ്മളുടെ പ്രവൃത്തികളെയും നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും മുഖഭാവത്തെയും നമ്മളുടെ പെരുമാറ്റത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു കാര്യം. എന്നാൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും കണ്ടതുപോലെ ഒരു കാര്യമേ ഉള്ളൂ, നമ്മളവിടെ താഴ്ത്തി അങ്ങ് സമർപ്പിക്കുക. ജീവനുള്ള യാഗമായിട്ട് ആ സുവർണ്ണ അൾത്താര കൊണ്ട് ഈ ജഡമാകുന്ന തിരശ്ശീല ഒന്ന് ചീന്തപ്പെടണമെങ്കിൽ അതിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു സുവർണ്ണ അൾത്താര, അവിടെ നമുക്കൊരു തീരുമാനം എടുക്കാനുള്ളൊരു കഴിവുണ്ട്. അവിടെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ അല്ല, ഈ ജഡപ്രകാരമല്ല, മറിച്ച് വചനമാകുന്ന വാള് ആകുന്ന ആ കർത്താവ് അവിടുത്തെ ഇഷ്ടപ്രകാരം, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ എന്നെ കീഴടക്കുന്നു എന്ന് അവിടെ നമ്മുടെ ആൾത്താരയിൽ ആ വചനമാകുന്ന വാളിന് അങ്ങ് കീഴ്പ്പെടുമ്പം ഈ തിരശ്ശീല അങ്ങ് ചീന്തപ്പെടുകയും പരിശുദ്ധാത്മാ നമ്മളുടെ ഉള്ളിലേക്ക് അധികമായിട്ട് വന്ന്, പരിശുദ്ധാത്മാ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് നമ്മളെ കൺട്രോൾ ചെയ്യാനും പരിശുദ്ധാത്മാവിനെ നമ്മളെ നിയന്ത്രിക്കാനും വഴി നടത്താനും സാധിക്കണമെങ്കിൽ നമ്മളുടെ വിൽ പവറിൽ, നമ്മുടെ ഇച്ഛാശക്തിയിൽ നമ്മളവിടെ ഒന്ന് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കേണ്ടതായിട്ട്, കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പം, വചനത്തിനായിട്ട് കർത്താവിനായിട്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളിൽ ക്രിയ ചെയ്യുന്നു. അത് കർത്താവിൽ വസിക്കുക എന്ന് പറയുമ്പം അവിടെ നമ്മൾ ആത്മാവിൻ്റെ തലത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞാൽ, ആത്മാവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി എവിടാന്ന് ചോദിച്ചാൽ അത് 3ാം സ്വർഗത്തിലെ പർദീസയില. അവിടെ നമ്മൾ ഇന്ന് എപ്പോഴാണ് വസിക്കുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ, ഇതുപോലെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ് യേശുവിൻ്റെ സന്നിധി, യേശുവിൻ്റെ അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ടെന്ന് നമ്മൾ സങ്കീർത്തനം 16:11 വായിക്കുമ്പോൾ നമ്മെ തന്നെ അതുപോലെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ആ സ്വർഗത്തിലെ പ്രതീതി, ആ സ്വർഗത്തിലിരിക്കുന്ന ഹെവൻ കെയിം ഡൗൺ ആൻഡ് ഗ്ലോറി ഫിൽ മൈ സോൾ എന്ന് നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ, ഓ വാട്ട് എ വണ്ടർഫുൾ വണ്ടർഫുൾ ഡേ
ദ ഡേ ഐ നെവർ ഫർഗെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ സ്വർഗം വന്ന് എൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവം. പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ ഞാൻ അവിടെ സ്വർഗത്തിലെത്തിയ ഒരു പ്രതീതി. കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദത്തിന് പരിപൂർണ്ണതയോടെ കർത്താവിൻ്റെ മാർവിൽ ഇന്ന് യേശു അല്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ല, അവിടുത്തെ മാർവിടത്തിലല്ലാതെ വിശ്രമമില്ല. നമ്മൾ പാടിയതുപോലെ കർത്താവിൻ്റെ മാർവിടത്തിൽ വിശ്രമിക്കുന്ന ഒരു ഇടം. അവിടെ അതാ സ്വർഗസിംഹാസനത്തിൽ കർത്താവിൻ്റെ മാർവോട് ചാരി വസിക്കുന്നതാണ് കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കർത്താവിൽ നമ്മൾ ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവിടെ സ്വർഗസിംഹാസനത്തിൽ കർത്താവിൻ്റെ മാർവോട് ചാരി നമ്മൾ വസിക്കണമെങ്കിൽ നമ്മുടെ ആ സ്വന്തം ഇഷ്ടത്തെ അവിടെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ്, ജീവനുള്ള യാഗമായിട്ട് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ കർത്താവിൽ വസിക്കുന്നൊരു പ്രതീതി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കർത്താവിൽ അങ്ങനെ നമ്മൾ ഇതിനെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളെ അധികമായിട്ട് നിയന്ത്രിക്കുന്നു, അധികമായിട്ട് നമ്മളെ വഴി നടത്തുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്നു പറഞ്ഞാൽ കർത്താവ് നമ്മളെ വഴി നടത്തുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, കർത്താവ് എന്നിൽ ജീവിക്കുന്നത്. അപ്പം അതാ ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് എന്നിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നിൽ ജീവിക്കുന്നു. ഇനി ഞാനല്ല ക്രിസ്തുവിൽ ജീവിക്കുന്നതെന്ന് ഗലാത്യർ 2:20 പറയുന്നൊരു കാര്യം. അത് നമ്മൾ എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മളത് നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് അതൊരു, അല്ലെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ഇനി നമ്മൾ എത്രയൊക്കെ കാര്യങ്ങളൊക്കെ പറയും, എത്രയൊക്കെ നമ്മൾ കേട്ടാലും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവ് എന്നിലും ജീവിക്കുന്നൊരു അനുഭവം, ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും. അതുപോലൊരു ആഴത്തിലുള്ളൊരു നിർമ്മലമായ ഒരു പ്രണയബന്ധം, ഒരു മണവാളൻ മണവാട്ടി എന്ന വണ്ണമുള്ള അതുപോലൊരു ഹൃദ്യമായിട്ടൊരു സ്നേഹബന്ധം. അതാ കർത്താവ് പറയുന്നത്. നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ 8ാമത്തെ വാക്യം നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് ആ ഒരു ശിഷ്യന്മാരാകുന്നത് വളരെ ഫലം കായ്ക്കുമ്പോഴാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത്. നമ്മളെ വീണ്ടും ജനിച്ച് ദൈവമക്കളാകുന്നു എന്ന ശിഷ്യന്മാരാകണം. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അവിടെ NASBയിൽ ചെറിയൊരു പെശ കാണുന്നതിനെ പറയണം. ചില NASB ട്രാൻസ്ലേഷൻ അത്ര ഒരു കറക്റ്റ് അല്ല അവിടെ, എന്നാൽ KJVയിൽ NKJയിൽ അവിടെ കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം ട്രാൻസ്ലേഷൻ കറക്റ്റാണ്. എന്താ, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിന് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, യോഹന്നാൻ 15:8. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സോ പ്രൂവ് ടു ബി മൈ ഡിസൈപ്പിൾ, അങ്ങനെ ശിഷ്യന്മാരെന്ന് തെളിയിക്കുവിൻ എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ശിഷ്യന്മാർ എന്നാൽ അവിടെ ഗിനോമായി എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക്, ഗിനോമായി എന്ന് പറഞ്ഞാൽ വിൽ ബി, ആയിത്തീരും എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴാണ് ശിഷ്യന്മാരായിത്തീരുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഫലം കായ്ക്കുമ്പോഴാണ്. നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ച ലൂക്കോസ് 14-ാം അധ്യായത്തിലും കർത്താവ് ശിഷ്യത്വത്തിൻ്റെ 3 കണ്ടീഷൻസ്, നമ്മളുടെ ബന്ധങ്ങൾ, ലൂക്കോസ് 14:26, 27, 33 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഞാൻ ഇനി അതൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ, നമ്മളുടെ വസ്തുവകകൾ, നമ്മളുടെ സ്വയജീവൻ, അതിൻ്റെ മേലൊക്കെ ഉള്ളൊരു വചനത്തിൻ്റെ വാള് വീഴുമ്പോഴാണ് നമുക്ക് അധികം ഫലം കായ്ക്കാൻ ഒക്കുന്നത് എന്നുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ, നമ്മളുടെ സ്വയജീവൻ്റെ പല കാര്യങ്ങളും, നമ്മുടെ സ്വയജീവൻ, നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം, അത് നമ്മുടെ ബന്ധങ്ങൾ, ബാക്കി ബന്ധുക്കൾ, അവരെന്ത് പറയും ഇവരെന്ത് പറയും, അപ്പനമ്മമാർ, ഭാര്യ, മക്കൾ, അവരൊക്കെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ കർത്താവെ, അവർ പറയുന്നത് പോലെ ഇവർ പറയുന്നത് പോലെ അല്ല, അങ്ങ് പറയുന്നത് പോലെ ഞാൻ കർത്താവെ ആഗ്രഹിക്കുന്നത്. അവരെന്ത് പറയും ഇവരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കൂട്ടുകാരെന്ത് പറയും എന്നുള്ളതല്ല കർത്താവെ, അവിടെ നിന്ന് എന്ത് പറയും എന്നുള്ളതേ എനിക്ക് കാര്യമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തെ അവിടെ സമർപ്പിക്കുന്നു. അങ്ങനെ ബന്ധങ്ങൾ, പിന്നെ വസ്തുവകകളോടുള്ള അറ്റാച്ച്മെൻറ്റ്, നമ്മളുടെ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാമാനങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു സ്വയത്തിലുള്ള ജഡത്തിലുള്ള ഒരു പറ്റിച്ചേരൽ അറിഞ്ഞും അറിയാതെ ഉണ്ട്. അതെല്ലാം കർത്താവെ അവിടുന്ന് തന്നു, അവിടുന്ന് എടുത്തു, എല്ലാ മഹത്വം അവിടുത്തേക്കെന്ന് യോബിനെ പോലെ പറയുന്നു. പിന്നെന്താ, നമ്മുടെ സ്വയജീവൻ, ക്രൂസ് എടുക്കാതെ എൻ്റെ ശിഷ്യനാകാൻ പറ്റുകയില്ല. ലൂക്കോസ് 14:27, ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക, സ്വയജീവൻ. അത് ആ സ്വയജീവൻ്റെ 2 ഒരു ബ്രാഞ്ചസ് മാതിരിയാണ്, ബൈഫൊക്കേഷൻ മാതിരിയാണ് ഈ പറയുന്ന ബന്ധങ്ങളും വസ്തുവകളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ സ്വയജീവനിൽ മരിക്കുമ്പോൾ, ബന്ധങ്ങളാവട്ടെ വസ്തുക്കളാവട്ടെ, നമ്മുടെ തന്നെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ജീവനും അങ്ങനെയുള്ള കാര്യങ്ങളാവട്ടെ, അവിടെ എല്ലാം നമ്മൾ ഈ വചനമാകുന്ന വെടുപ്പാക്കുന്ന, വെടുപ്പാക്കുന്ന കത്തിക്ക് നമ്മൾ ഇരയാകുമ്പോൾ നമ്മൾ അധികമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച നമ്മുടെ ആത്മാവിലേക്ക് ഉണ്ടായി നമ്മൾ അധികം ഫലം കായ്ക്കുന്നു, അധികം ഫലം കായ്ക്കുന്നു. അങ്ങനെ വളരെ ഫലം കായ്ക്കുന്നു. അങ്ങനെ വളരെ ഫലം കായ്ക്കുമ്പോൾ അതാണ് ശിഷ്യൻ. അങ്ങനെ വളരെ ഫലം കായ്ക്കുന്നവനാണ് ശിഷ്യൻ. ഇപ്പോൾ ചില മാവ് നോക്കിയാൽ, ഇപ്പം എൻ്റെ പുറകെയുള്ള മാവ് നോക്കിയാൽ അതിനകത്ത് മാവാണോന്ന് അറിയണമെങ്കിൽ അതുപോലെ പാടാം. എന്ന് വെച്ചാൽ 1-2 മാങ്ങ അവിടെ ഇവിടെയൊക്കെ കാണത്തുള്ളൂ. അതുപോലെ വളരെ കുറച്ച് ഫലം കായ്ക്കുന്ന 2 മാവുകളാണ് എൻ്റെ പുറകിലുള്ള, എൻ്റെ വീട്ടിൽ തന്നെ മുറ്റത്തുള്ള 2 മാവുകളാണ്. എന്നാൽ ചില മാവുകളൊക്കെ നോക്കിയാൽ അവിടെ നിറയെ കൊലകൊലയായിട്ട്, ഇപ്പം പിന്നെ ഓഫ്കോഴ്സ് എല്ലാവരും മാങ്ങയൊക്കെ പറിച്ച് മാങ്ങയൊക്കെ തീർന്ന് കാണുന്ന കൊലകൊലയായിട്ട് അങ്ങ് വളരെ ഫലം കായ്ക്കുന്ന
അതാണ് ഒരു ശിഷ്യൻ്റെ ലക്ഷണം. വളരെ ഫലം കായ്ക്കുമ്പോഴാണ് നമ്മൾ ശിഷ്യനായി തീരുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ജസ്റ്റ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്രിസ്ത്യാനി ഒരു മിനിമം അജണ്ട എല്ലാം മറിച്ച് കർത്താവിൻ്റെ ശിഷ്യനാവണം. കർത്താവെ പരിപൂർണ ഹൃദയത്തോടെ അവിടുത്തെ സ്നേഹിച്ച് എല്ലാ ദിവസവും വളരെ ഫലം കായ്ക്കുന്നു. വളരെ ഫലം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം. നമുക്കറിയാം ഗലാത്യർ 5:22-23 എത്രമാത്രം കർത്താവിൻ്റെ ആ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വാസവും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ അധികമായിട്ട് കൊലകൊലയായിട്ട് കായ്ച്ചു നിൽക്കുന്നുണ്ട്. എത്രമാത്രം ഒരു സൗമ്യതയുണ്ട്, എത്രമാത്രം ഒരു ഇന്ദ്രിയജയമുണ്ട്, പരോപകാരം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന കാര്യങ്ങൾ, ദയവ് കാണിക്കുന്നത്, നമ്മളുടെ സ്നേഹം, ക്ഷമിക്കുന്ന കാര്യം, സ്നേഹിക്കുന്ന കാര്യം, സന്തോഷം, കർത്താവിലുള്ള സന്തോഷം, ആ ഒരു സമാധാനം, ഇതെല്ലാം നമ്മളിൽ എത്രമാത്രം വന്ന് നിറഞ്ഞ വിശ്വസ്തത എന്ന് മലയാളം പരിഭാഷയിൽ തെറ്റായി എന്ന് പറയത്തില്ല, വിശ്വസ്തത എന്നും ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. വിശ്വാസം എന്നാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അവിടെ വേണ്ടത്. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഫെയ്ത്ത് എന്നുള്ള ഒരു വാക്ക്, പിസ്റ്റസ് എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഫെയ്ത്തും ഫെയ്ത്ത്ഫുൾനെസ്സും വിശ്വാസവും വിശ്വസ്തതയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പം അങ്ങനെ വളരെ ഫലം കായ്ക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഫലമുണ്ട്. പിന്നെ നമ്മുടെ ശുശ്രൂഷയുടെ ഫലം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു, നമ്മളുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മളുടെ ജോലി സ്ഥലത്ത്, അയൽവക്കത്തുകാർക്ക്, പിന്നെന്താ നമ്മൾ സഭയിൽ, പിന്നെ മറ്റുള്ളവരെ നമ്മൾ കർത്താവിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവിൽ വന്നവരെ നമ്മൾ കർത്താവിൽ കൂടുതൽ ഉറപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ശുശ്രൂഷ, ജീവിതത്തിൻ്റെ ഫലമുണ്ട്, ശുശ്രൂഷയുടെ ഫലമുണ്ട്. അപ്പോൾ ആ ഫലമൊക്കെ വളരെ ഫലം കായ്ക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്നത്. അപ്പം നമ്മൾ കർത്താവിൻ്റെ ശിഷ്യകളായിട്ടുണ്ടോ, അതോ നമുക്ക് ഒരു CFC ബിലീവർ വലിയ ഏറ്റവും നല്ല സഭയില എന്നുള്ള ഒരു പേരേ ഉള്ളൂ, അതോ ഇങ്ങനെ നമ്മൾ സർദിസ് സഭയിലെ സഹോദരനെ കുറിച്ച് നമ്മളത് വായിക്കുന്നത് വെളിപ്പാട് 3:1 വാക്യത്തിൽ നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും നല്ല സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളൊരു ആത്മീയനാണെന്ന് നമുക്കങ്ങ് ചിന്തിച്ച് പോകാം. നമ്മളെല്ലാവരും വഞ്ചിക്കപ്പെടാവുന്നൊരു ജഡത്തിലാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിലെ കർത്താവേ, യഥാർത്ഥത്തിൽ ഞാൻ ശിഷ്യനാണോ ശിഷ്യയാണോ എന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിലെ ഫലം, എൻ്റെ ജീവിതത്തിൻ്റെ ഫലങ്ങൾ, ആ ഫലം എന്നുള്ളൊരു സിംഗുലറായിട്ടാണ് നമ്മൾ ഗലാത്യർ 5:22 ആത്മാവിൻ്റെ ഫലമോ എന്നാണ് വായിക്കുന്നത്. ആ ഒരു ഫലത്തിൻ്റെ, ഒരു ഓറഞ്ചിൻ്റെ 9 അല്ലി എന്ന് പറയുന്നത് പോലെ 9 കാര്യങ്ങൾ അവിടെ ഗലാത്യർ 5:22-23 പറയുന്നതെന്ന് നിങ്ങൾ അവരെ ഫലങ്ങൾ കൊണ്ട് തിരിച്ചറിയും എന്നാണ് മത്തായി 5. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ വാക്യം കോട്ട് ചെയ്തപ്പോൾ അത് ഗ്രീക്കിൽ ഇനി സിംഗുലറാണോ പ്ലൂറലാണോ എന്നുള്ളൊരു കാര്യത്തിലൊരു അവ്യക്തത എനിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നീട് നോക്കിയപ്പോൾ അത് പ്ലൂറലായിട്ട് തന്നെ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത്. മത്തായി 7:7 16-20 വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ കാര്യം കർത്താവ് ആവർത്തിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും കർത്താവ് ആവർത്തിച്ച് പറയുന്നില്ല. എന്നാൽ വചനത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താ ഇവിടെ മത്തായി 7 ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പം 2 സെന്റൻസ് 16-20 ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറയും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. പിന്നെ 20ാമത്തെ വാക്യത്തിൽ ആകയാൽ അവരുടെ ഫലത്താൽ, അത് അവിടെ മലയാളത്തിൽ ശരിക്കും ഫലത്താൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ശരിക്കും അത് ഗ്രീക്കിൽ ഫലങ്ങളാൽ നിന്ന് തന്നെ, ഇംഗ്ലീഷിലും ഫ്രൂട്ട്സ് എന്നുള്ള ഒരു പ്ലൂറൽ തന്നെ. ഇംഗ്ലീഷിൽ 16-20 എക്സാക്ട്ലി യു വിൽ നോ ദം ബൈ ദ ഫ്രൂട്ട്സ്, 20 സോ ദെൻ യു വിൽ നോ ദം ബൈ ദ ഫ്രൂട്ട്സ്. മലയാളത്തിൽ ഫലങ്ങളാൽ നിന്നും എഴുതിയിരിക്കുന്നത്, പക്ഷേ ശരിക്കും ആ 20 ഫലങ്ങളാൽ നിന്ന് തന്നെ വേണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അവിടെ പ്ലൂറലായിട്ടുള്ളൊരു വാക്ക, കാർപ്പോസ് എന്നുള്ള ഒരു വാക്ക അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്ലൂറൽ സെൻസിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫലങ്ങളാൽ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഫലവും ശുശ്രൂഷയുടെ ഫലവും എല്ലാം, ജീവിതത്തിൻ്റെ ഫലം പ്രാഥമികമായിട്ടും ആ ഒരു താഴ്മയും കർത്താവിൻ്റെ സ്വഭാവമാണ് ജീവിതത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. അവിടെ ആ താഴ്മയിൽ നിന്നാണ് ഈ സ്നേഹവും സന്തോഷം. താഴ്മ എന്നുള്ള ഒരു കാര്യം നമ്മൾ ആത്മാവിൻ്റെ ഫലത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കുന്നില്ല. എന്തുകൊണ്ട് താഴ്മ വായിക്കാത്തതെന്ന് ചോദിച്ചാൽ, താഴ്മ എന്ന് പറഞ്ഞാൽ എന്താ, ദൈവഭാഗ്യം ഒരു 0 സ്റ്റേറ്റ് ആണ് താഴ്മ എന്ന് പറയുന്നത്. അങ്ങനെ 0 സ്റ്റേറ്റ് ആകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞ് ഈ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം സാക്ബേറിൽ നമ്മൾ കേട്ടിട്ടുള്ള താഴ്മയാണ് ശരിക്കും ഈ ഫലങ്ങളെല്ലാം കായ്ക്കുന്ന നിലം താഴ്മയാണ് എന്ന് പറഞ്ഞാൽ, ആ 0 സ്റ്റേറ്റിലാണ് നമ്മളെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് നമ്മളെ തന്നെ താഴ്ത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ഈ പറയുന്ന സ്നേഹവും സന്തോഷവും സൗമ്യതയും വിശ്വാസവും വിശ്വസ്തയും ഇന്ദ്രിയജയവും എല്ലാം കൊലകൊലയായിട്ട് കായ്ക്കുവാനും ദൈവം ഇടയാക്കുന്നത്. അപ്പം അതുകൊണ്ട് താഴ്മ എന്നുള്ളത്
അത് ക്രിസ്തീയ ജീവിതത്തിന് സീക്രട്ടാന്ന് നമ്മൾ പറയുമ്പോഴും അത് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ കൂട്ടത്തിൽ വരാത്തതിൻ്റെ കാരണം താഴ്മയാകുന്ന നിലത്താണ് ഈ ഫലങ്ങളൊക്കെ കായ്ക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടപ്പം 8ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. പിന്നെ 9ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. എന്നാൽ അത് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ആഴത്തിലുള്ളൊരു വാക്യമാണ്. എന്താ? യോഹന്നാൻ 15:9 ആരും അത് മറക്കരുത് എന്ന എൻ്റെ ജീവിതത്തിലും എൻ്റെ സഹോദരങ്ങളുടെ ജീവിതത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഒത്തിരി വ്യക്തിപരമായിട്ട് എന്നെ ഒത്തിരി ഉത്സാഹിപ്പിച്ചിട്ടുള്ള വലിയൊരു വാക്യമാണ്. എന്താ? ചെറിയൊരു വാക്യമാണ്. വലിയൊരു വാക്യം എന്ന് പറഞ്ഞാൽ അത് അത്ര മഹത്തരമായ വാക്യം എന്നാൽ ചെറിയൊരു വാക്യമാണ്. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ ജസ്റ്റസ് ദ ഫാദർ ഹാസ് ലവ്ഡ് മീ ഐ ഹാവ് ഓൾസോ ലവ്ഡ് യു അബൈഡ് ഇൻ മൈ ലവ്. ആ ഒരു വാക്യം കർത്താവിൽ നിന്ന് തന്നെ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വെറുതെ പറയുന്നില്ല. അത് എവിടെ നമ്മൾ അടിസ്ഥാനപ്പെടേണ്ടതെന്ന് വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടെന്ന് എവിടെ പറയുന്നേ? നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് എഫേസർ 3:16-17 പലപ്പോഴും യൗവനക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്ന വാക്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ് യൗവനക്കാർക്ക് മാത്രമല്ല മുതിർന്നവർക്കും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ശരിയാണ്. പലപ്പോഴും ഈ മുതിർന്നവരൊക്കെ വേരൂന്നി എന്നാണ് എന്നാൽ പോലും നമ്മൾ എത്ര വേരൂന്നിയാലും നമുക്ക് വീണ്ടും ആ ആഴത്തിലോട്ട് ഇനിയും ചെല്ലേണ്ടതായിട്ടുണ്ട്. അതാ എഫേസർ 3:17 വാക്യമാണ്. ക്രിസ്തു വിശ്വാസത്തിൽ, എഫേസർ 3-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും, ക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലുണ്ട്, വീണ്ടും ജനിച്ച ഓരോ ദൈവവേദലിൻ്റെ ഉള്ളിൽ. എന്നാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ക്രൈസ്റ്റ് മേ ഫീൽ അറ്റ് ഹോം. കർത്താവിന് നമ്മളിൽ ഫീൽ അറ്റ് ഹോമായിട്ട് ഒരു സ്വന്തം വീട്ടിൽ എന്ന വണ്ണമുള്ളൊരു ഇതിലായിരിക്കണം എന്നുള്ള രീതിയിൽ സാങ്ക്ച്വറി നമ്മൾ ആ വചനത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മൾ വസിക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പം പറഞ്ഞ ആ കാര്യം, യേശു തന്നെ എന്നിൽ ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അതായത് യേശുവാണ് എന്നിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും, നമ്മളാരും പെർഫെക്റ്റ് ആയി എന്നല്ല, എന്നാൽ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളിലും ഒക്കെ യേശു കർത്താവിൻ്റെ ജീവൻ വെളിപ്പെടുന്നു. യേശു എന്നിൽ, ക്രിസ്തു എന്നിൽ വസിക്കണം, അതിനായിട്ട് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഇപ്പോൾ എവിടെയാണ് നമ്മളുടെ വേര്? ഒരു വൃക്ഷത്തിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ വേര്, ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു പുതിയ കെട്ടിടം പണിയുക, പുതിയ കെട്ടിടം ആദ്യം അങ്ങ് നല്ല ആഴത്തിൽ അടിസ്ഥാനം കിട്ടും, എന്നാലേ അത് ഉയരത്തിലേക്ക് പണിയാനൊക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ അടിസ്ഥാനപ്പെട്ടു. അപ്പോൾ നമ്മളുടെ വേരും അടിസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. ഈ സ്നേഹത്തിന് അടിസ്ഥാനപ്പെട്ടില്ലെങ്കിൽ നമ്മൾ 4-ാം അധ്യായത്തിന് തൊട്ടടുത്ത അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും, എഫേസർ 4:14, ഈ വേരൂന്നാത്തവരുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വലയും. ഈ വൃക്ഷം ഇപ്പം തന്നെ കാറ്റൊക്കെ വന്നപ്പോഴത്തേക്കും വലിയ വൃക്ഷമെന്ന് നമുക്ക് തോന്നി, പക്ഷേ ടപ്പൊന്നും പറഞ്ഞാൽ വീണേ. എന്ന് വെച്ചാൽ വലിയ വേരൊന്നും ഇല്ലായിരുന്നു, വേരൊക്കെ ചിലപ്പോൾ അങ്ങ് അഴുകിപ്പോയി, ഒത്തിരി വർഷമായി. അതാ പലപ്പോഴും മനുഷ്യരുടെ മുമ്പാകെ വലിയ സാക്ഷ്യം, വലിയ വൻമരങ്ങൾ, നന്മ മരം എന്നൊക്കെ പറയുന്നത് പോലെ, പക്ഷെ പെട്ടെന്ന് കടപുഴകി വീഴുന്നു. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. അങ്ങനെ നാം, അതാ എഫേസർ 4:14, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഇപ്പോൾ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഓടയൊക്കെ എന്താ പറയുന്നത്, ഈറയും മുളയൊക്കെ, ഉദ്ദേശിച്ച് ഈറയും മുളയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ട് ചായും, ഒരു കാറ്റ് വരുമ്പോൾ അങ്ങോട്ട് ചായും. അതുപോലെ അങ്ങനെ ആടി ഉടലാതെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവർ. അപ്പം ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന, കർത്താവിൻ്റെ സ്നേഹം പറയുന്ന ആ ഒരു യേശുവിൻ്റെ സ്നേഹം, യേശു കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ യോഹന്നാൻ 15:9 എന്താ വായിക്കുന്നത്? പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ത്രിയേക ദൈവത്തിൻ്റെ പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത സ്നേഹം. ആ സ്നേഹം കൊണ്ട് കർത്താവ് എന്നെയും സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവിടെ എൻ്റെ പേര്, നമ്മുടെ ഓരോരുത്തരുടെയും പേര് അവിടെ എഴുതി വെച്ചാലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ പേര് ചേർത്ത് വായിക്കണം. കർത്താവിൽ നിന്ന് തന്നെ നമ്മളത് കേൾക്കണം. എസ്പെഷ്യലി ഈ രക്ഷയുടെ കാര്യത്തിലും ബാക്കി കർത്താവ് എന്നോട് ക്ഷമിച്ചോ, ഞാൻ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഉറപ്പ് ഇല്ലാതെയൊക്കെ പലപ്പോഴും യൗവനക്കാരൊക്കെ ഇവർ മുതിർന്ന വിശ്വാസികളൊക്കെ പലപ്പോഴും പലപ്പോഴും നമുക്ക് നിരാശയും ആകുല ചിന്തകളൊക്കെ വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വേണ്ടവണ്ണം ഈ സ്നേഹത്തിൽ വരുന്നതുകൊണ്ട് നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ അസ്തിത്വം തന്നെ ഈ സ്നേഹത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ID കാർഡ്, ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, നമ്മളിപ്പം വോട്ട് ചെയ്യാൻ പോയപ്പോൾ ആധാർ കാർഡോ വോട്ടേഴ്സ് ID ഡ്രൈവിംഗ് ലൈസൻസോ അതൊക്കെ ഒരു ഐഡൻറ്റിറ്റി വേണ്ട, ഇന്ന പൗരനാണ് ഈ വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ
അല്ലെങ്കിൽ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിറ്റി. ശരിയാണ്, നമുക്ക് ഗവൺമെൻറ് കാര്യത്തിൽ ആധാർ കാർഡും വോട്ടേഴ്സ് ഐ ഡിയൊക്കെ വേണം. എന്നാൽ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ. ഇത് എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ 13:23 ഒരു ID കാർഡ് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ID കാർഡ് എല്ലാവർക്കും അച്ചടിച്ച് കിട്ടിയോ? എന്താ? യോഹന്നാൻ 13:23 ഓർക്കാൻ എളുപ്പം. 13:23 അവിടെ ആ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പം അവിടെ കർത്താവിനോട് മാർഗോട് ചാരിയിരുന്ന ഒരു ശിഷ്യൻ. ഈ യോഹന്നാൻ ഈ വസിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മാർഗോട് ചാരി വസിച്ചത് കൊണ്ട് യോഹന്നാൻ ഇതുപോലെ ഈ വസിക്കുന്നതിനെ കുറിച്ച് ഇത്ര യോഹന്നാൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കായിട്ട് മാറിയത്. അപ്പം അതാ യോഹന്നാൻ 13:23 ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുവൻ. അപ്പം വേറെ ആരും യേശു സ്നേഹിക്കാതെയാണോ എന്ന് നമ്മൾ ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ കർത്താവിനെ സ്നേഹിച്ചു എന്ന് പറയാനുള്ളൊരു ധൈര്യം പോലും ഇല്ലാതെ കർത്താവിനെ സ്നേഹിച്ചു. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിനെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. യോഹന്നാൻ 13:23. അത് അവിടെ കൊണ്ട് നിന്നില്ല. ഈ ID കാർഡ് വീണ്ടും സ്വന്തം ID കാർഡ് ഞാനിതാണ്. ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ ചിലത്തിൽ ID കാർഡ് ഇങ്ങനെ പൊക്കി കാണിക്കണം, ഞാൻ ഇന്ന ആളാ എന്ന്. നമ്മുടെ ID കാർഡ് നമ്മളിപ്പോൾ കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ ID കാർഡ് ഇന്നടുത്തു നിന്നുള്ള ഇന്ന സഹോദരൻ, ഇന്ന സഹോദരിയെ. ഇടയ്ക്കിടയ്ക്ക് പുതിയ സഹോദരങ്ങൾ വരുമ്പോൾ ഒന്ന് ID കാർഡ് ഒന്നുകൂടെ പിടിച്ചു നോക്കാം, ഈ ബ്രദർ ആയിരുന്നല്ലോ, ഈ സിസ്റ്റർ ആയിരുന്നു പറഞ്ഞാൽ ഇടയ്ക്ക് യോഹന്നാൻ വീണ്ടും ഈ ID കാർഡ് പൊക്കി കാണിക്കുന്ന ഒരു സമയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 13:23 എൻ്റെ ID കാർഡ് ഇതാണെന്ന് പറഞ്ഞു. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതാണ് എൻ്റെ ID കാർഡ്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ID കാർഡ് പറയുന്നത് 26-ാമത്തെ വാക്യം, 19-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. യോഹന്നാൻ 19:26 എന്താ പറയുന്നത്? 26 യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെയും ദ ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ്, ഹൂം ഹി ലവ്ഡ്. അതുപോലെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച ആ ശിഷ്യൻ. നമ്മളുടെ ID കാർഡും എന്താ? ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ്. യേശു സ്നേഹിച്ചൊരു ശിഷ്യൻ, യേശു സ്നേഹിച്ചൊരു ശിഷ്യ. അതാണ് കർത്താവ്. ഈ ലോകത്തിൽ വലിയ ശരിയാണ്, നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ഡിഗ്രിയും ജോലിയും കാര്യങ്ങളും ഒക്കെ വേണം. എന്നാൽ ഇന്ന് നമ്മുടെ ഭൗതികമായ മേഖലകളിൽ നമുക്കത് പലപ്പോഴും അതൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. എന്നാലേ ആൾക്കാർക്ക് നമ്മളെ ഇങ്ങനെ വാല്യൂ ചെയ്യാനും കാര്യങ്ങൾ അത് നടക്കാൻ നമുക്ക് ഈ അതിൻ്റേതായ ചില ഇതെല്ലാം ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള നമ്മുടെ ID കാർഡ് ഇതാണ്. ശരിയാണ്, വേറെ താൽക്കാലികമായിട്ട് പല ID കാർഡും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ എൻ്റെ അത്യധികം ID കാർഡ് ഡിസേബിൾ ഹൂം ജീസസ് ലവ്ഡ്. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ പിന്നെയും യോഹന്നാനെ ഈ ID കാർഡ് പൊക്കി പിടിക്കുന്ന കാണിക്കുന്നുണ്ട്. എന്താ? നമ്മൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ യോഹന്നാൻ 13:23 നമ്മൾ ID കാർഡ് കണ്ടു, പിന്നെ 19:26 കണ്ടു, പിന്നെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും എന്താ? 2-ാമത്തെ വാക്യം, അവൾ ഓടി, മഗ്ദലക്കാരത്തി മറിയത്തിൻ്റെ കാര്യം പറയുന്നത്, അവൾ ഓടി ശിമോൻ പത്രോസിനെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യനെയും, അവിടെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യനെയും, അത് ഡിസൈപ്പിൾ ഹൂം ജീസസ് ലവ്ഡ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 20-ാം അധ്യായത്തിന് 2-ാമത്തെ 3 പ്രാവശ്യം ID കാർഡായി. 1, 2, 3. ഇനി ഒന്നുകൂടെ ID കാർഡ് ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയം എവിടെ? 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലും തന്നെക്കുറിച്ച് തന്നെ പറയേണ്ടി വരുമ്പോഴൊക്കെ യോഹന്നാൻ അപ്പോസ്തലനാകിയ ഞാൻ എന്നൊന്നും പറയാതെ എന്താ പറയുന്നത്? യേശു സ്നേഹിച്ച ശിഷ്യൻ. 7-ാമത്തെ വാക്യം, യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്. അത് കർത്താവാകുന്നു. തൻ്റെ പേര് പോലും അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാതെ നമ്മൾ ശരിയാണ്, നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് നമ്മൾ ആക്ഷരികമായിട്ട് എന്തോ പേര് എഴുതരുതെന്നോ അങ്ങനെയുള്ള കാര്യമല്ല. എന്നാൽ നമ്മളുടെ സ്പിരിറ്റ്, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഒരു ശിഷ്യൻ എന്നുള്ള അതാണ് എൻ്റെ ID, അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ഇവിടെ വായിച്ചത്. കർത്താവ് നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്നേഹിച്ചു? പിതാവ് തന്നെ സ്നേഹിച്ചതുപോലെ തന്നെ എന്നെ യേശു സ്നേഹിക്കുന്നു, അതുകൊണ്ട് എൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. നമ്മൾ യോഹന്നാൻ 17:23 നമ്മൾ സാങ്ക്ച്വറിയിൽ എപ്പോഴും നമ്മൾ കേൾക്കാറുള്ള വാക്യമാണ്. എന്താ? തൻ്റെ ജീവിതത്തിൽ ബൈബിളിലേക്കും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ട്രൂത്തായിട്ട് സത്യമായിട്ട് താൻ മനസ്സിലാക്കിയ കാര്യം സാങ്ക്ച്വറി പറയാറുള്ള എന്താ? നമ്മൾ യോഹന്നാൻ 17-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം നമുക്കറിയാം. എന്താ? പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവും നമ്മയും സ്നേഹിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ലോകം അറിയണമെന്നാണ് പറയുന്നത്. അതിൻ്റെ 23-ന്റെ ഒരു പാർട്ടാണ് അത്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എല്ലാ വിശ്വാസികളെയെന്നല്ല,
തന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് തങ്ങൾക്കുള്ള വെളിച്ചത്തിനനുസരിച്ച് തങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച എല്ലാ വിശ്വാസികളെയും. അവിടെ 11 ശിഷ്യന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നത്, പിന്നെ അവരിൽ കൂടെ വിശ്വസിക്കാനിരിക്കുന്ന ബാക്കിയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ചു വിശ്വാസമായി എന്നുള്ള ഒരു മിനിമം ക്രൈറ്റീരിയയിൽ പോകാനുള്ളൊരു ആളെക്കുറിച്ച് നമുക്കത് പറയാനൊക്കത്തില്ല. എന്നാൽ തങ്ങൾക്കുള്ള വെളിച്ചത്തിൽ അവർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച്, അത് ഇപ്പം വീണ്ടും ജനിച്ചൊരു വിശ്വാസിയായാലും 50 വർഷമായിട്ട് വിശ്വാസിയായിട്ടിരിക്കുന്ന ഒരാളായാലും അങ്ങനെ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവളാണെങ്കിൽ പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു, പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ യേശു എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ. അപ്പോൾ പിന്നെ അനന്തലബ്ധിക്ക് എന്ത് വേണമെന്ന് പറയുന്നത് പോലെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതാ, നിങ്ങൾ എൻ്റെ സ്നേഹത്തിലങ്ങ് വസിച്ചാൽ മതി, ഞാൻ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാരാകും നിങ്ങൾ, അങ്ങനെ എൻ്റെ ശിഷ്യന്മാരാകും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിച്ചാട്ടെ എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് പറയുന്നത്. അവിടെ അതിൻ്റെ 7ാമത്തെ വാക്യത്തിലൊക്കെ എന്ത് അപേക്ഷിച്ചാലും കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഫലം കായ്ക്കുന്ന കാര്യമാണ് നമ്മൾ തുടർന്ന് വായിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സിസ്റ്ററൊക്കെ പറഞ്ഞതുപോലെ ഫലം എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് കർത്താവെ അവിടത്തേക്കായിട്ട് ഫലം കായ്ച്ച് അവിടുത്തെ ശിഷ്യയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ അഭിലാഷം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്തു ശിഷ്യൻ്റെ ഒരു ആഗ്രഹം. ശരിയാണ്, നമ്മുടെ ചെറുതും വലുതായിട്ട് എല്ലാ ആവശ്യങ്ങളും കർത്താവ് നിറവേറ്റുമെന്ന് ആത്യന്തികമായിട്ട് അവിടുത്തെ പോലെ ആയിത്തീരണം, അവിടുത്തെ പോലെ ആവണം, അങ്ങോട്ട് കൂടുതലായിട്ട് അടുക്കണം, അവിടത്തേക്കായിട്ട് ഫലം കായ്ക്കണം. അതിനായിട്ട് നമുക്ക് കർത്താവിനോട് ചോദിക്കാം, ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളെയും സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, എബൈഡ് ചെയ്യുവിൻ. പിന്നെ താൻ എങ്ങനെയാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചതെന്നാണ് എൻ്റെ തൊട്ടടുത്ത് പറയുന്നത്. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, എബൈഡ് ഇൻ മൈ ലവ്. അപ്പോൾ ആ മൈ ലവ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, കർത്താവ് എൻ്റെ സമാധാനം എന്ന് തൊട്ട് മുമ്പേ പറഞ്ഞു. 14 അധ്യായത്തിന് 27 എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, മൈ പീസ്. ഇവിടെ മൈ ലവ്, എൻ്റെ സ്നേഹം. കുറച്ചുകൂടെ കഴിയുമ്പം മൈ ജോയ്, എൻ്റെ സന്തോഷം. 11ാമത്തെ വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും. അപ്പം മൈ ലവ്, മൈ ജോയ്, പിന്നെ 14-27 മൈ പീസ്. 15-ന്റെ 9, 11 വാക്യങ്ങൾ, 14-27 വാക്യങ്ങളിൽ നമ്മളിതിനു മുമ്പ് കാര്യങ്ങൾ കണ്ടിട്ടില്ല. ആ ഒരു 3 കാര്യങ്ങൾ കർത്താവ് പറയുന്ന ട്രയാഡ് എന്തൊക്കെയാണ്? കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സന്തോഷം, കർത്താവിൻ്റെ സമാധാനം. സ്നേഹം, സന്തോഷം, സമാധാനമാണല്ലോ പരിശുദ്ധാത്മാവിനെ ഫലം തുടങ്ങുന്നത് തന്നെ നമുക്കറിയാം, ഗലാത്യർ 5:22. അപ്പം കർത്താവിൻ്റെ സ്നേഹം, സന്തോഷം, സമാധാനം, അത് ആരുടെ സ്നേഹം, ആരുടെ സമാധാനം, ആരുടെ സന്തോഷമാണ്? യേശുവിൻ്റെ സന്തോഷം, യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ സ്നേഹം. ആ യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കാൻ പിതാവ് കർത്താവിനെ സ്നേഹിച്ചതുപോലെ തന്നെ ആ സ്നേഹം കൊണ്ട് എന്നെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ ഞാനങ്ങ് വസിക്കണം, വേരൂന്നണം, അവിടെ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് പറയുക, താൻ എങ്ങനെ പിതാവിൻ്റെ സ്നേഹത്തിൽ തുടർമാനമായിട്ട് വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച്, പിതാവ് എന്നോട് എന്ത് പറഞ്ഞാലും അത് ഞാനങ്ങ് അതുപോലെ അങ്ങ് അനുസരിക്കുന്നു, എന്നെ തന്നെ അങ്ങ് ആ വചനത്തിന് ഞാനങ്ങ് കീഴടങ്ങുന്നു. പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും കൊണ്ടും ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കല്ല് അപ്പമാക്കാൻ തോന്നലുണ്ടായി, അത് സാത്താൻ്റെ തോന്നലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടേ ഞാൻ ജീവിക്കത്തുള്ളൂ. സാത്താനെ നീ പറയുന്ന കാര്യം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ കല്ല് അപ്പമാക്കിയത് കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നതെന്ന് അവിടെ കർത്താവ് സാത്താനെ മുഖത്തടിക്കുന്നത് പോലെ മത്തായി 4:4 ലൂക്കോസ് 4:4 പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം കർത്താവ് ഓരോ സമയത്തും പിതാവിന് എന്താ തന്നോട് പറയാനുള്ളതെന്ന് കേട്ട് അതങ്ങ് അനുസരിച്ചു. നമുക്കും നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ ആകുലപ്പെടാനോ, ചിലപ്പോൾ ചിലരോട് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമായിരിക്കും, ചിലരോട് നമുക്ക് സ്നേഹിക്കാൻ പ്രയാസമായിരിക്കും, ചിലരോട് നമുക്ക് ഒത്തുപോകാൻ പ്രയാസമായിരിക്കും, ചിലപ്പോൾ ചില സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഭയങ്കര ആകുല ചിന്തകളായിരിക്കും, ചിലപ്പം അശുദ്ധമായിട്ടുള്ള പല ചിന്തകളോ കാര്യങ്ങളോ ഒക്കെ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ലോകത്തിൻ്റെതായിട്ടുള്ള മാനം തേടാനോ മറ്റ് മനുഷ്യരെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള എന്താണെന്നറിയാതെ ഇന്ന് നോക്കാതെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. മനുഷ്യമാനത്തിനായിട്ടോ അവരെന്നെ ഒന്ന് അഭിനന്ദിക്കണം, അവരെന്നെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം, അവരെന്ന് ചീത്തത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം, അങ്ങനെയൊക്കെയുള്ള മനുഷ്യമാനം തേടുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഓരോ സാഹചര്യങ്ങളിലും അവിടെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അവിടെ നമുക്കറിയാം. യോഹന്നാൻ 14:21 എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. യോഹന്നാൻ 14:21 ഓരോ സമയത്തും ലഭിച്ച് സ്വന്തമാക്കി, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നു അല്ലെങ്കിൽ സ്വന്തമാക്കി പ്രമാണിക്കുന്നു. ഹു ഹാസ് മൈ കമാൻഡ്മെൻറ്റ്സ്, എക്കോ എന്ന് പറഞ്ഞൊരു വാക്ക്, ടു ഹാവ്, ലഭിച്ച്, അതങ്ങ് ലഭിച്ച് സ്വന്തമായിട്ട് ആക്കി അത് പ്രമാണിക്കുന്നവനെയാ ഞാൻ സ്നേഹിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ചിലപ്പം
ഇപ്പം സ്നാനപ്പെടാത്ത ആളെക്കുറിച്ച് ഒരുപക്ഷെ സ്നാനപ്പെടണം എന്നുള്ളതായിരിക്കും ദൈവത്തിൻ്റെ കൽപ്പന. സ്നാനപ്പെട്ടതിന് ശേഷം പിന്നെ വേറെ പല പല എല്ലാവരെയും ശത്രുക്കളെ പോലെ സ്നേഹിക്കണം. ചിലർക്ക് ചില നന്മ ചെയ്യാനുണ്ട്, ചിലരെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാനുണ്ട്, ചിലരോട് കർത്താവിനെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ കർത്താവ് ഓരോ സമയത്ത് ഓരോ സാഹചര്യങ്ങളിലും ചിലപ്പം ആകുല ചിന്തകൾ വരുന്ന സമയത്ത് അവിടെ കർത്താവ് ഞാൻ ആകുലപ്പെടാതെ ഭയപ്പെടാതെ അങ്ങയിലെ സ്വസ്ഥതയോടെ എനിക്കായിരിക്കണം, അതായിരിക്കും അവിടെ കർത്താവിൻ്റെ കൽപ്പനയായിട്ട് ദൈവം ഓർപ്പിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്തും ചില സമയത്ത് പരാതിയും പെറുവെറുപ്പും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും പെറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യൂ എന്നുള്ള ഫിലിപ്പിയർ 2:14 ആ കൽപ്പനയായിരിക്കും കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ വിധിക്കാനോ മറ്റുള്ളവരെ പുച്ഛിക്കാനോ ഒക്കെ ഉള്ളൊരു പ്രലോഭനം വരുമ്പോൾ വിധിക്കരുത്, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയോടെ വിധിക്കണമെന്ന് മത്തായി 7:1 യോഹന്നായി 7:24 ഒക്കെ ആയിരിക്കും കർത്താവ് നമ്മളെ അപ്പോൾ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം ഓരോ ദിവസവും വെറുതെ നമുക്ക് ഈ കൽപ്പനകൾ എങ്ങനെ പാലിക്കാനൊക്കെ ഈ വചനം ഓരോ ദിവസവും ധ്യാനിച്ച് കർത്താവിൽ നിന്ന് കേൾക്കുമ്പോഴേ കർത്താവ് നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കാനൊക്കെ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 14:26 നമ്മൾ കണ്ടു. പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കും. അങ്ങനെ യേശു പിതാവിൽ അങ്ങ് വസിച്ച് പിതാവ് പറയുന്നത് കേട്ട് മാത്രമേ ചെയ്തുള്ളൂ, പിതാവിൻ്റെ കൽപ്പനകൾ അതുപോലെ തന്നെ അങ്ങ് അനുസരിച്ചു. അങ്ങനെ ആ പിതാവിൽ വസിച്ചത്, അങ്ങനെ ആ പിതാവിൻ്റെ സ്നേഹത്തിൽ വസിച്ചത്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ യോഹന്നാൻ 15:10 ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ അങ്ങനെ അതുപോലെ നിങ്ങളും എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് കർത്താവ് ഒരു പുതിയ കൽപ്പനയൊക്കെ കൊടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. യോഹന്നാൻ 13:33-34 വാക്യങ്ങളിൽ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ അത് തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ 12ാമത്തെ ഇവിടെ നമ്മളിപ്പോൾ യോഹന്നാൻ 15:10 എത്തിയല്ലോ. അതിൻ്റെ 12ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ പരസ്പരം തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. കർത്താവ് പ്ലൂറലിൽ പറയുമ്പോഴും ദ കമാൻഡ്മെൻ്റായിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ ശരിയാണ്, ദൈവത്തെ പൂർണ്ണതയോടെ സ്നേഹിക്കണം, അതാണ് ഏറ്റവും വലിയ കൽപ്പന. എന്നാൽ രണ്ടാമത്തെ കൽപ്പന നിങ്ങളുടെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ളൊരു കൽപ്പന എന്ന് പറയുമ്പോൾ അവിടെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളും പരസ്പരം സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. അത് അവിടെ കൊണ്ട് നിർത്തിയില്ല. 12ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ 17ാമത്തെ വാക്യം വരുമ്പോൾ പിന്നെ അത് തന്നെ പറയുന്നത്. കർത്താവ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 17 യോഹന്നാൻ 15:17 നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്നു, ദാറ്റ് യു ലവ് വൺ അനദർ. കർത്താവിന് ആ ശിഷ്യന്മാർ തമ്മിലുള്ള ഒരു സ്നേഹം, അതാണ് യഥാർത്ഥത്തിൽ സഭയായി തീരുന്നത്. അതുപോലെ കർത്താവ് സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിച്ചാലേ ഇവരൊരു ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് സഭയായിട്ട് തീരത്തുള്ളൂ. അല്ലെങ്കിൽ കുറേ അവയവങ്ങളെന്ന് വണ്ണം ഇരിക്കുമെന്ന ഒരു ശരീരമാകുന്ന സഭയായിട്ട് മാറണമെങ്കിൽ ഇവരതുപോലെ ആ സ്നേഹത്താൽ യോജിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് അവസാനമായിട്ട് ഇവരോട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കുക. അതാ പറയുന്നത് 10ാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച ഈ സ്നേഹിക്കുക എന്നുള്ള കൽപ്പനകൾ ഒക്കെ ഓരോ കൽപ്പനകളും ദൈവം ഓരോ സമയത്ത് നമ്മൾ ഓർപ്പിക്കുമ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ആ സ്നേഹത്തിൽ തുടർമാനമായിട്ട് വസിക്കാൻ ഒക്കുന്നത്. അപ്പം നമ്മൾ കർത്താവിൽ ആദ്യം വസിക്കുന്നു, നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, കർത്താവ് നമ്മളിൽ വസിക്കുന്നു. കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് അരുളി ചെയ്ത ഓരോ കൽപ്പനകൾ അതനുസരിക്കാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നു. കർത്താവിനെ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവന് ഫിലിപ്പിയർ 4:13. അപ്പം അകലപ്പെടാതിരിക്കാനും കയ്പായിട്ടിരിക്കാതിരിക്കാനും മറ്റുള്ളവരെ വിധിക്കാതെ അശുദ്ധമാകാതെ കോപിക്കാതെ മോഹിക്കാതെ ഒക്കെ ആയിരിക്കാൻ കർത്താവ് എന്നിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ സഹായിക്കുന്നു. അപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ സ്നേഹത്തിൽ അധികം ആഴത്തിൽ വസിക്കാൻ പറ്റുന്നത്. നമ്മളായിട്ട് എന്തെങ്കിലും 1, 2, 3 കൽപ്പനകളെല്ലാം കിട്ടി, ഈ കൽപ്പനകളെല്ലാം ഒന്നൊന്നായിട്ട് പ്രമാണിച്ച് ഞാനങ്ങ് കർത്താവിൻ്റെ സ്നേഹത്തിൽ എങ്ങനെയും അങ്ങ് വസിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മറിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കണം ആദ്യം. അപ്പോഴാണ് കർത്താവിൽ വസിക്കണം. അപ്പോഴാണ് നമുക്ക് കർത്താവ് നമ്മളിൽ വസിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കൽപ്പനകൾ പ്രമാണിക്കാൻ ഒക്കുന്നത്. അങ്ങനെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്നേഹത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ വസിക്കാൻ, കുറച്ചുകൂടെ നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മളിനി ശരിയാണ്, നമ്മൾ പാപത്തിൽ വീണുപോയി, നമ്മൾ കഴുകപ്പെട്ടു, അപ്പോഴും നമ്മൾ കർത്താവിൽ വസിക്കാം, നല്ല കാര്യം തന്നെ. എന്നാൽ ആ പാപത്തെ ജയിച്ച് ഇപ്പോൾ കോപിക്കാനൊരു പ്രലോഭനം വരുന്നു, മോഹിക്കാനൊരു പ്രലോഭനം വരുന്നു. ആ സമയത്ത് നമുക്ക് അവിടെ വീണുപോയി ശരി കർത്താവെ ക്ഷമിക്കണേ പറഞ്ഞ് വീണ്ടും കർത്താവിൽ വസിക്കുന്നു, നല്ല കാര്യം തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ
നമ്മളവിടെ കോപിക്കാതെ മോഹിക്കാതെ അല്ലെങ്കിൽ കൈപ്പായിട്ടിരിക്കാതെ വേറെ ഏത് ഭാവത്തിന് പ്രലോഭനമായാലും അവിടെ അതിന് കീഴ്പ്പെട്ടു പോകാതെ അവിടെ നമ്മെ തന്നെ താഴ്ത്തി ദൈവാത്മാവിനാൽ നിറഞ്ഞ് കർത്താവ് നമ്മളിൽ വസിച്ച് ആ പാപത്തെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ അധികമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക ചെയ്യുന്നത്. നമ്മൾ ശരിയാണ്, പാപക്ഷമ പ്രാപിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് നല്ല കാര്യം തന്നെ. എന്നാൽ അതൊരു പ്രൈമറി ലെസനാണ്. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ഓരോ പ്രാവശ്യം പാപത്തിൽ തന്നെ വീണുകൊണ്ടേ ഇരിക്കാതെ പാപത്തെ ജയിച്ച് കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ അങ്ങ് വസിക്കുന്നത്. അപ്പോൾ ആ കുറച്ചുകൂടെ ആഴത്തിൽ കർത്താവിനെ അറിയുന്നതും കർത്താവ് ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒരു വെളിപ്പാടായിട്ട് ലഭിക്കുന്നതും അവിടെ നമ്മൾ കുറച്ചുകൂടെ പക്വതയായിട്ട്, അല്ലെങ്കിൽ വീണു വീഴുന്നേറ്റും വസിച്ച് അവസാനത്തോളം വിശ്വാസം നിലനിന്ന് രക്ഷിക്കപ്പെട്ടു, അങ്ങനെ ഒരു മിനിമം അജണ്ടയല്ല. എന്നാൽ ഓരോ മേഖലകളും നമ്മൾ ജയിച്ച് അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കും. അങ്ങനെ വസിക്കുമ്പോഴേ എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കും. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ഉണ്ടാക്കിയിട്ടൊരു ഭാരം തരാനല്ല, എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന സന്തോഷമാണ്. ശരിയാണ്, ഞാൻ ക്രൂസിലേക്ക് പോകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ക്രോധാഗ്നി, പിതാവിൻ്റെ ക്രോധാഗ്നി, പാപത്തിനെതിരെയുള്ള ക്രോധാഗ്നി എൻ്റെ മേൽ വന്ന് പതിക്കാൻ പോവുകയാണ്. എന്നാൽ അത് ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് ഇത് കഴിഞ്ഞിട്ടാണ് കർത്താവ് 18ാം അധ്യായത്തിലാണ് ഗെത്സമനെ തോട്ടത്തിലേക്ക് പോകുന്നത്, പിന്നീട് പ്രാർത്ഥിക്കുന്നതും, പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും, പിന്നീട് പിറ്റേ ദിവസം ക്രൂശിക്കപ്പെടുന്നതൊക്കെ. അവിടെ പിതാവിനോട് വേർപെടുമ്പോഴൊക്കെ, അവിടെ ക്രൂശിൽ കർത്താവ് പിതാവിനോട് വേർപെടുമ്പോഴൊക്കെ കർത്താവ് അവിടെ നരകയാതന കർത്താവ് അവിടെ സഹിച്ചുകൊണ്ട് പിതാവെ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ന് ചോദിക്കുന്നതൊക്കെ ആ രംഗങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ സന്തോഷത്തിൽ കർത്താവിൻ്റെ സന്തോഷത്തിലൊരു കുറവ് വന്നിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? അവിടെ ആ ക്രൂസിൽ 3 നാഴിക നേരം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കായിട്ട് കർത്താവ് പാപശിക്ഷ ഏറ്റ് നരകാഗ്നി സഹിച്ചപ്പോൾ കർത്താവ് പിതാവിൽ നിന്ന് വേർപെട്ടത് കൊണ്ട് ആ സമയത്ത് ആ 3 നാഴിക നേരം കർത്താവിൽ സന്തോഷമില്ലായിരുന്നു. ഇന്ന് ഗെത്സമനെ തോട്ടത്തിൽ ഉൾപ്പെടെ കർത്താവ് അതീവ വ്യഥ, പിതാവിനോട് വേർപെടും എന്നുള്ളൊരു അതീവ വ്യഥ സഹിക്കുമ്പോൾ പോലും ആത്മാവിൽ ഒരു സന്തോഷം കർത്താവിൻ്റെ. അപ്പോഴും ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് അതീവ വ്യഥയിലായിരുന്നപ്പോഴും കർത്താവ് പരിശുദ്ധാത്മ നിറഞ്ഞവൻ തന്നെയായിരുന്നു. പരിശുദ്ധാത്മയുടെ ഫലം എന്താ? സന്തോഷം. അപ്പം ആത്മീയമായിട്ട് ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് തന്നെ അവിടെ വ്യഥ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ മാനുഷിക മനസ്സിനെ ചിലപ്പോൾ മനസ്സിലാവാൻ പ്രയാസമായിരിക്കുന്ന ആത്മീയമായിട്ടുള്ളൊരു വ്യഥ കർത്താവ് അനുഭവിച്ചു. പിതാവിൽ നിന്ന് വേർപെടാൻ പോകുന്നു, പിതാവിനുള്ള കൂട്ടായ്മ ബ്രേക്കാവാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം. എന്നാൽ പിതാവിൻ്റെ സന്നിധിയിലുള്ള സന്തോഷത്തിൻ്റെ പൂർണ്ണത എപ്പോഴും കർത്താവിൽ ആ 3 നാഴിക നേരം ഒഴിച്ച്, ക്രൂസിലുള്ള 3 നാഴിക നേരം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും കർത്താവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്രൂശിക്കപ്പെടാൻ പോകുന്നു ഒക്കെ അതിൻ്റെ ആ ഗെത്സമനെ തോട്ടത്തിലായാലും കർത്താവ് ഇത് പറയുന്ന സമയത്തൊക്കെ ആകുമ്പോഴും കർത്താവ് അപ്പോഴും പിതാവിനെ മാർവിൽ ചാരി ഇരുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അയ്യോ ഞാൻ ക്രൂസിൽ പോകാൻ പോവാണേ, എനിക്ക് ടെൻഷൻ അടിക്കുന്നേ എന്ന് പറഞ്ഞ്, എനിക്ക് നെഞ്ചെടുപ്പ് കൂടുന്നേ എന്ന് പറഞ്ഞ് വെപ്രാളം പിടിക്കുന്നൊരു കർത്താവിനെയല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് 14:27 പറയുന്നു. എൻ്റെ സ്നേഹത്തിൽ നിങ്ങളങ്ങ് വസിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് 15:9. ഇപ്പോൾ 15:11 കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തുക. എൻ്റെ സന്തോഷം നിങ്ങളിലിരിക്കുവാനും എന്നുള്ളത് എബൈഡ്, അവിടെ നിങ്ങളിൽ വസിക്കുവാനും എന്നാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ മെനോ എന്നുള്ള അതേ വാക്ക് തന്നെ അവിടെയും ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും NASBയിലും അത് കറക്റ്റ് അല്ല. എന്നാൽ KJVയിൽ കറക്റ്റായിട്ട് മൈ ജോയ് മേ എബൈഡ് ഇൻ യു, മേ ബി ഇൻ യു എന്നാ NASBയിലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ എക്സാക്ട് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് വേണ്ടത്? KJVയിൽ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് മൈ ജോയ് മേ എബൈഡ് ഇൻ യു എന്ന് വെച്ചാൽ സന്തോഷം നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു, കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ വസിക്കുന്നു. എത്ര വലിയൊരു കാര്യം! നിങ്ങൾ എന്നിൽ വസിക്കും, ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ 15-4 വാക്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറയുക, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ അങ്ങ് വസിക്കുമ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുവാനും ഇരിക്കുവാനും എന്നുള്ളതിനെക്കാട്ടി കുറച്ചുകൂടി നമ്മൾ ഈ വസിക്കുക അതേ വാക്ക് തന്നെ, വസിക്കുക എന്നുള്ള അതേ വാക്ക് തന്നെ ഇവിടെയും ഗ്രീക്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ട്രാൻസ്ലേറ്റേഴ്സ് തന്നെ ഇരുത്തി കളഞ്ഞു. പക്ഷേ അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ ജോയ് മേ എബൈഡ് ഇൻ യു, നിങ്ങളിൽ എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുവാനും, അതായത് നിലനിൽക്കുവാനും, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും. അതുപോലെ തന്നെ വസിക്കുവാൻ എന്ന് പറയുന്ന വേറൊരു വാക്ക് 16ാമത്തെ വാക്യത്തില്ല, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും എന്ന് പറയുന്നതും അവിടെയും വസിക്കേണ്ടതിനും എന്ന് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവിടെയും മെനോ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചത്, നിലനിൽക്കുക, വസിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ 11ാമത്തെ വാക്യം അത് വായിച്ചാൽ ഞാൻ നിർത്തട്ടെ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും, നിങ്ങളുടെ സന്തോഷം, എൻ്റെ സന്തോഷം, മൈ ജോയ്. 11ാമത്തെ വാക്യം യോഹന്നാൻ 15:11, മൈ ജോയ്, എൻ്റെ സന്തോഷം, കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ വസിക്കണം. അത് കഴിഞ്ഞിട്ട് ആ സന്തോഷം പൂർണ്ണമാകണം എന്ന് വെച്ചാൽ ഒരു കപ്പ് നിറഞ്ഞ് കവിയണം. ഇനിയിപ്പോൾ ഒരു ബക്കറ്റിൻ്റെ അളവ് നമുക്കുണ്ട്, കുറച്ചുകൂടെ നമുക്ക് സ്പിരിച്വൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ ബക്കറ്റ് നിറഞ്ഞ് കവിയണം. നമുക്കൊരു പോണ്ടിന് നമ്മുടെ പലപ്പോഴും സാങ്ക്ബറിയിൽ നിന്ന് ആ ഒരു
പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ എക്സാമ്പിൾസ് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കപ്പ് ഓഫ് സാൽവേഷൻ എന്ന സങ്കീർത്തനത്തിലെ രക്ഷയുടെ പാനപാത്രം എന്ന് പറയുന്നുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ചെറിയൊരു അളവിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു അളവ് ലഭിക്കുന്നു, ഒരു അഭിഷേകം ലഭിക്കുന്നു. എന്നാൽ കുറച്ചുകൂടെ നമ്മൾ ക്രൂശിന്റെ വഴിയെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ കീഴടങ്ങും തോറും നമുക്ക് കൂടുതൽ വെളിച്ചം ലഭിക്കുന്നു, കൂടുതൽ ആത്മീയ കപ്പാസിറ്റി ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് അധികമായിട്ടുള്ളൊരു നിറവ് ലഭിക്കുന്നു. ഒരു കപ്പ് എന്നുള്ള ഒരു മഗ്ഗിൻ്റെ അളവ്, പിന്നെ ഒരു ബക്കറ്റ്, പിന്നെ ഒരു ടബ്, പിന്നെ ഒരു കുളം, പോണ്ട്, പിന്നെ ഒരു നദി, പിന്നെ പല നദികൾ. അതാണ് പല ജീവജലത്തിൻ്റെ നദികൾ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നു. യോഹന്നാൻ 7:37-38 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ആ നദികൾ, അനേകം നദികൾ, മെനി റിവേഴ്സ്, അതാ അതിൻ്റെ പാരമ്യം. അപ്പം അതുപോലുള്ള സന്തോഷം അങ്ങ് വരും. അതാ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ള കപ്പാസിറ്റിയിൽ അതങ്ങ് നിറഞ്ഞു കവിയും. മൈ കപ്പ് ഓവർഫ്ലോസ്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു എന്നാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദ്, ഇടയനാകുന്ന ദാവീദ് പറയുന്നത്. അപ്പം എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകണം. എൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ശിഷ്യന് എൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെപ്പോഴും ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഹൃദയത്തിന് ആഴത്തിലുള്ളൊരു സന്തോഷം. അത് നമ്മുടെ മുഖത്ത് എപ്പോഴും ചിരിക്കുന്നു എന്നുള്ളത് അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി പോകാം. എന്നാൽ അങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു സന്തോഷമല്ല, മറിച്ച് ഹൃദയത്തിന് ആഴത്തിലുള്ളൊരു സ്വസ്ഥതയും ഒരു സന്തോഷം. അത് സന്തോഷം ശരിയാണ്. നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ ആ സന്തോഷം, കർത്താവിൽ സന്തോഷം, കർത്താവിൻ്റെ സന്തോഷമാണ് എൻ്റെ ബലം എന്നൊക്കെ നമുക്ക് ആ വാക്യം നമുക്കറിയാം. എസ്ര 8:10 അല്ലേ? അത് നെഹമ്യാവ് നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നെഹമ്യാവ് 8-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ നെഹമ്യാവ് 8:10 ഡു നോട്ട് ബി ഗ്രീവ് ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് യുവർ സ്ട്രെങ്ത്. എൻ്റെ അവസാനം യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ ദുഃഖിക്കരുത്. ശരിയാണ്, നമുക്ക് ആത്മീയമായിട്ടുള്ള ദുഃഖവും കാര്യങ്ങളൊക്കെ ഉണ്ടത് വേറെ വെച്ചത്. എന്നാൽ ഭൗതികമായിട്ടുള്ള രീതിയിൽ നമ്മൾ ദുഃഖിക്കുന്നു, പ്രയാസപ്പെടുന്നു, അങ്ങനെയുള്ളത് ആവരുത്. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് യുവർ സ്ട്രെങ്ത്. കർത്താവിൻ്റെ സന്തോഷം, കർത്താവിൻ്റെ വലിയൊരു സന്തോഷം നമ്മൾ നിറയുവാണെങ്കിൽ നമുക്ക് പാപത്തെ ജയിക്കാനും പല പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ജയിക്കാനൊക്കെ ഒരു ബലമായിരിക്കും അത്. അതാ ഒരു ക്രിസ്തുശിഷ്യൻ്റെ കാര്യം. ഇതേ യോഹന്നാൻ എഴുതുന്ന സമയത്ത്, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നത് നമുക്കറിയാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയും പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അതായത് ഇതെല്ലാം ഞങ്ങൾക്ക് പിതാവിനോടുള്ള കൂട്ടായ്മയാവുള്ള, പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മ. അതുകൊണ്ട് സന്തോഷം അങ്ങ് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുക. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾക്കും കൂടി ഇത് കിട്ടണം, നിങ്ങളും കൂടി ഈ കൂട്ടായ്മയിലേക്ക് വരണം. അപ്പോഴാണ് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. പൗലോസ് ഇത് തന്നെ പറയുന്നുണ്ടല്ലോ. പൗലോസ് ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആശ്വാസമോ പ്രബോധനമോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം. എന്നുവെച്ചാൽ ഒരു ആത്മീയ പിതാവിൻ്റെ ഒരു ഹൃദയമാണ് അത്. എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞാൻ വലിയ പൂർണ്ണനാന്ന് പറഞ്ഞിരിക്കുമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ പൂർണ്ണമാവണമെങ്കിൽ എൻ്റെ ആത്മീയ മക്കളായിട്ടുള്ള നിങ്ങളും അതുപോലെ ഒത്തൊരുമയോടായിരിക്കണം. എൻ്റെ സന്തോഷം നിങ്ങൾ പൂർണ്ണമാക്കുവിൻ. അതാണ് നമ്മൾ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലെ ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വലിയ കൂട്ടായ്മ ഉണ്ടെങ്കിലും, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സന്തോഷം ഒന്ന് പുറത്താക്കി തരണേ. നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏകസ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്നുള്ളൊരു കാര്യം. അതായത് യേശുവിലും സന്തോഷം അങ്ങ് നിറഞ്ഞു കവിയുക. പക്ഷേ നിങ്ങളിൽ ഈ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ആ ഒരു കർത്താവിൻ്റെ ഒരു സ്നേഹം. പത്രോസും ഇപ്പം നമ്മൾ പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം വായിച്ചു. പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട, നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനത്തിൽ മൊത്തം സന്തോഷമാണ്. അവിടെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് സന്തോഷിക്കുന്നതെന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ അവിടെ സന്തോഷിക്കുവിൻ ഞാൻ പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ. അപ്പോൾ നിങ്ങളിത് എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? അല്ല, ഞാൻ പിന്നെയും പറയുക, എപ്പോഴും സന്തോഷിക്കുവിൻ. അതാ ഒരു ഡബിൾ എംഫസിസോടുകൂടി അവിടെ ഫിലിപ്പിയർ 4:4 നമുക്കറിയാം. റിജോയ്സ് ഇൻ ദി ലോർഡ് ഓൾവേസ്, എല്ലായ്പ്പോഴും സന്തോഷിക്കുക. അത് ഓൾവേസ് അങ്ങനെയൊക്കെ പറ്റുമോ? എഗെയിൻ ഐ സി റിജോയ്സ്. ഞാൻ വീണ്ടും അത് തന്നെ പറഞ്ഞു, ഞാൻ കാര്യമാക്കി തന്നെ പറഞ്ഞു, വെറുതെ അങ്ങ് ഒഴുക്കിലങ്ങ് പറഞ്ഞു പോയതല്ല എന്ന് പറയുന്നൊരു കാര്യം. ഈവൻ പൗലോസിൻ്റെ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളാണ് എൻ്റെ സന്തോഷവും കിരീടവും എന്ന് പറയുന്ന ഒരു വാക്യം 1 തെസ്സലോനിയർ 2:20 2:20 നമുക്ക് ഓർക്കാൻ എളുപ്പം. ഗലാത്യർ 2:20 ഓർക്കുന്ന പോലെ 1 തെസ്സലോനിയർ 2:20 നിങ്ങളും അല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ആ ആത്മീയ മക്കൾ
അതാണ് എൻ്റെ മഹത്വവും സന്തോഷമൊക്കെ ആയിട്ട് ഉള്ളതെന്ന് പറയുന്നൊരു പൗലോസ് എന്ന് പറയുന്ന ആത്മീയ പിതാവിൻ്റെ ഹൃദയം നമ്മളിവിടെ കാണുന്നത്. പത്രോസും മോശക്കാരനല്ല. പത്രോസ് എങ്ങനെയുള്ള സന്തോഷം, പത്രോസിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം എന്നാണ് പത്രോസ് പറയുന്നത്. ഇതങ്ങ് എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയത്തില്ല. അവർണ്ണനീയം അവാച്യമായിട്ടുള്ള സന്തോഷം. നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6-7 വാക്യങ്ങൾ, 6-7-8 വാക്യങ്ങളിലൊക്കെ അതാ പറയുന്നത്. ഈ 6-ാമത്തെ വാക്യത്തിൽ നാനാ പരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് 8-ാമത്തെ വാക്യത്തിൽ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു. മലയാളത്തിൽ 9-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 8-ാമത്തെ വാക്യം എന്താ, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും. ഇനി പറഞ്ഞ് ഈ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നാലും തീരത്തില്ലത്. അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങൾ തീർക്കത്തിൽ നിങ്ങൾ വിചാരിക്കണ്ടേ, ഞാനിപ്പോൾ തീർക്കാൻ പോവുക, കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോൾ ബാക്കിയുള്ള സാറുകൾ നമുക്ക് കേൾക്കണമല്ലോ. അപ്പോൾ പറഞ്ഞു തീരത്തില്ലത്. പിന്നെ മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ഗ്രേറ്റ്ലി റിജോയ്സ് വിത്ത് ജോയ് ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഫുൾ ഓഫ് ഗ്ലോറി. ജോയ് ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഫുൾ ഓഫ് ഗ്ലോറി എന്നാണ് ഭക്ത് സിംഗിൻ്റെ ആത്മകഥയുടെ ടൈറ്റിലായി ഞാൻ ആ ബുക്ക്ലെറ്റ് ഞാനും വായിച്ചിട്ടുണ്ട്. ചെറിയൊരു ബുക്ക്ലെറ്റ്. തൻ്റെ ആത്മകഥയുടെ ടൈറ്റിൽ താനൊരു സിഖ് മതത്തിൽ ജനിച്ച അദ്ദേഹമാണ് സാക്ബർ നാൻസിസിനെയൊക്കെ വിവാഹം ശുശ്രൂഷ നടത്തിയെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഭക്ത് സിംഗിൻ്റെ ആത്മകഥയുടെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ ഹൗ ഐ റിസീവ്ഡ് ജോയ് ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഫുൾ ഓഫ് ഗ്ലോറി എന്ന ആത്മകഥയുടെ ടൈറ്റിൽ. അത് ഈ വാക്യത്തിൽ നിന്നുള്ളതാണ്. എന്താ, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സന്തോഷം. അത് നമുക്കായിട്ട് H2 + O = H2O എന്ന് പറഞ്ഞ് നമുക്കായിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കാനൊക്കെ ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ആ സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം. ഗലാത്യർ 5:22. അപ്പോൾ ആ സന്തോഷം ആ സന്തോഷം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ അങ്ങ് വസിച്ചാൽ മതി. അപ്പോൾ കർത്താവിൻ്റെ സന്തോഷം, പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ് ആ സന്തോഷം നമ്മളിൽ വസിക്കുവാനും, തിരിച്ച് ഞാൻ യോഹന്നാൻ 15:11 വന്ന് നിർത്തുവാണ്. എൻ്റെ സന്തോഷം നിങ്ങളിൽ വസിക്കുവാനും നിങ്ങളുടെ സന്തോഷം അങ്ങ് പൂർണ്ണമാകണം, അതങ്ങ് നിറഞ്ഞു കവിഞ്ഞ് അത് അധികമായിട്ടായിത്തീരണം. അതിനുവേണ്ടി ഞാനിത് സംസാരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുന്ന ഓരോ കൽപ്പനകളും വാഗ്ദത്തങ്ങളും എല്ലാം നമ്മൾ കൂടുതൽ സൗഭാഗ്യകരമായ സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി, നമ്മളെന്തെങ്കിലും ഭാരപ്പെടുത്താനായിട്ടുള്ള ഒരു കാര്യമല്ല. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണെന്ന് മത്തായി 11:30. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ലെന്ന് 1 യോഹന്നാൻ 5:3 നമ്മൾ വായിക്കുന്നത്. അപ്പം കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങളും വാക്കുകളും ഒക്കെ നമ്മളെ കേൾപ്പിക്കുന്നത്, നമ്മൾ മീറ്റിങ്ങിൽ അവരെത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നു, ഇവരെന്തോത്തിന് ഈ ബ്രദർ എന്തോത്തിന് എൻ്റെ പുറകെ നടക്കുന്നേ, അവിടെ എത്തിയോ, ഇവർ കയറിയോ, ഇവർ വന്നോ, ഒന്ന് വിളിക്കേ എന്ന് പറയുമ്പോൾ എന്താ അവർക്കും കൂടി സന്തോഷം കിട്ടണം. അതിനു വേണ്ടി അല്ലാതെ എന്തോ ഭാരപ്പെടുത്താനോ നിർബന്ധിക്കാനോ അല്ല, സ്നേഹത്തിന് നിർബന്ധം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരാൾ പറയുക എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിർത്തി. പക്ഷേ എന്നാൽ നിങ്ങൾ മനസ്സിലെന്ന് പറയുന്നിടം വരെ നമ്മൾ ഈ സ്നേഹത്തിൽ നിർബന്ധിക്കുകയും ഓർപ്പിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്കും അത് ലഭിക്കണമെന്നൊരു അതാ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ആരോ ചാൾസ് സ്പർജനോ മറ്റോ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ക്രിസ്തു മറ്റുള്ളവരോട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഒന്നും അനുഭവിച്ചിട്ടില്ലെന്ന്. വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഭവിച്ചാൽ അത് നമുക്ക് പിടിച്ചടക്കി വെക്കാനൊക്കത്തില്ല. നമുക്കതിന് മറ്റുള്ളവർക്കും എങ്ങനെയെങ്കിലും അത് ശരിയാണ്, നമ്മളെ റിസപ്റ്റീവ് അല്ലാത്തവരോട് അടിച്ചേൽപ്പിച്ച് എന്തെങ്കിലും പറയുന്ന കാര്യമല്ല. എന്നാൽ എന്തെങ്കിലും ഒരു അവസരത്തിൽ എങ്ങനെങ്കിലും കർത്താവേ അവിടുത്തെ നാം ബോധപ്പെടുത്തുന്ന അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് പറയണം, ഞാൻ അനുഭവിച്ച സന്തോഷം അവരും അറിയണം എന്നുള്ളൊരു ഭാരം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. നമുക്കത് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും കർത്താവിനെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവിടെ നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവെ അവിടുത്തെ സ്നേഹത്താലും ആ സന്തോഷത്താലും എന്നെ നിറയ്ക്കണം, എനിക്കങ്ങനെ വസിച്ച് കർത്താവെ അവിടുത്തെ സന്തോഷം എന്നിലും വസിച്ച് പൂർണ്ണമാകണം, എൻ്റെ കർത്താവിൻ്റെ സന്തോഷം എന്നിലും വസിക്കണം, ആ സന്തോഷം പൂർണ്ണമാകണം. അങ്ങനെ അതിനുവേണ്ടി കർത്താവ് ഇതെല്ലാം സംസാരിച്ച് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പിന്നെ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നാകുന്നു എൻ്റെ കൽപ്പന എന്നൊക്കെ വീണ്ടും ഞാൻ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള കാര്യമൊക്കെ വീണ്ടും എംഫസൈസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് സംസാരിച്ചത് അടുത്ത ആഴ്ച ചിന്തിക്കാവില്ല. ഞാനിപ്പം നമുക്ക് 11-ാമത്തെ വാക്യം വരെ നമ്മൾ കണ്ടല്ലോ. കർത്താവ് പറയുന്നത്, കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ കർത്താവിൽ തന്നെ വസിക്കുമ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളിലും വസിക്കും. കർത്താവിൻ്റെ ആ സന്തോഷം, യേശുവിൻ്റെ സന്തോഷം, യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ സ്നേഹം, അതെല്ലാം നമ്മളിൽ ഒന്ന് നിറയാൻ തക്കവണ്ണം കർത്താവിനെ നമുക്ക് നോക്കാം. കർത്താവിൽ തന്നെ ആ സ്നേഹബന്ധത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുക. ആ ഒരു ജീവൻ്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നതിനും നമ്മളെ ലോകത്തിൽ നിന്ന് വേർപെട്ട് ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിൽ വസിച്ചുകൊണ്ട്
കർത്താവിൻ്റെ വേരൂന്നി നമ്മൾ പല കാര്യങ്ങൾ സഹോദരങ്ങളിൽ നിന്നെല്ലാം കേട്ടു. നമുക്ക് കർത്താവിനെ നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പാടാം. യേശുവേ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാനസൻ, ഏറ്റവും ആനന്ദമവൻ, എത്ര മനോഹരൻ. ഹൃദയമതിനീ വണ്ണം മാധുര്യമേറുന്ന യാതൊരു നാമമില്ല ഭൂതലങ്ങളിലും. പ്രിയമേറുന്ന നാമമേ ഈയുലകിൽ വന്നു, സ്വന്തരക്തം അതാലിനെ വീണ്ടരുമനാഥൻ. സൗരഭ്യമുള്ള നാമമേ പാരിൻ ദുഃഖങ്ങളിൽ ആശ്വാസമേകുന്ന നാമം വിശ്വാസിക്കെപ്പോഴും. തന്നോടുള്ള സംസർഗം പോൽ ഇന്നേഹത്തിൽ ഒരു ഭാഗ്യാനുഭവമില്ലതു സ്വർഗം തന്നെ നൂനം. യേശുവേ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ടമാനസൻ, ഏറ്റവും ആനന്ദമവൻ, എത്ര മനോഹരൻ. പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിലേക്ക് നോക്കാം. നന്ദി കർത്താവേ, നന്ദി. അതെ, അങ്ങേ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ സന്തോഷം, അങ്ങയിലുള്ള അതേ സന്തോഷം കർത്താവേ, ആ മുന്തിരിവള്ളിയിലുള്ള അതേ ജീവരസം തന്നെ കൊമ്പുകളിലേക്ക് പ്രവഹിക്കുന്നത് പോലെ അവിടുത്തെ അതേ സന്തോഷം, അവിടുത്തെ അതേ സ്നേഹം, അവിടുത്തെ അതേ സമാധാനം തന്നെ ഞങ്ങളിലേക്ക് വരുമല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. കർത്താവേ, ഏതൊരു പരിശുദ്ധാത്മാവിനാൽ യേശു പരിപൂർണ്ണ സന്തോഷത്തോടെ ആനന്ദതൈലത്താൽ അഭിഷിക്തനായിട്ട് ഈ ഭൂമിയിൽ നടന്നുവോ, ഏതൊരു സമാധാനത്തോടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നുവോ, ഏതൊരു സ്നേഹത്തോടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നു, ആ സ്നേഹം തന്നെ ഞങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ചാലകശക്തിക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിക്ക് എത്ര അതീതമായിട്ടുള്ള കാര്യം, സകല സ്വർഗീയമായിട്ടുള്ള ഒരു സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ഒരു സമാധാനം, അവിടുത്തെ അതേ സന്തോഷവും സമാധാനവും സ്നേഹവും കർത്താവെ, പിതാവ് സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം, പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നതുപോലെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു, പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നതുപോലെ യേശു എന്നെയും സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ വസിച്ച് അതുതന്നെ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട്, അസ്തിത്വമായിട്ട് കണ്ട് കർത്താവെ, അവിടുത്തെ ആ സന്തോഷവും സമാധാനവും കർത്താവെ ഞങ്ങളിലൊന്ന് നിറഞ്ഞ് കവിയട്ടെ. അത് സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടി കർത്താവെ, അത് ഓരോ ദിവസവും കർത്താവെ സന്തോഷം പൂർണ്ണമാകേണ്ടതായിട്ടുള്ളൂ. ദ ലവ് ഹാസ് ടു ബി, ദ ജോയ് ഹാസ് ടു ബി പെർഫെക്റ്റഡ് ഇൻ അസ്. അതേ കർത്താവെ, അത് കപ്പിൻ്റെ അടിത്തട്ടിലൊരു മട്ടായിട്ടിരിക്കാനല്ല, മറിച്ച് അത് നിറഞ്ഞു കവിയുന്നൊരു സന്തോഷമായിട്ട്, ഓഫ് ഫ്ലോയിങ്, നന്ദിയാൽ സ്തോത്രത്താൽ നിറഞ്ഞു കവിഞ്ഞവരായി എന്ന് കർത്താവെ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഇപ്പോഴും സന്തോഷത്താലും നന്ദിയാലും സ്തോത്രത്താലും ഇല്ല നിറഞ്ഞു കവിയുന്നവരായിട്ടായി തീരുവാൻ കർത്താവെ, ഞങ്ങളിൽ തന്നെ അതിന് ബലമില്ല. അവിടുന്ന് തന്നെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. അതിനായിട്ട് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തെ, ഞങ്ങളുടെ ഞാൻ, ആ ഈഗോയെ, എൻ്റെ ഇഷ്ടം, എൻ്റെ അസ്വയ ജീവനെ കർത്താവെ സമ്പൂർണ്ണമായിട്ടും കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളിലാവട്ടെ, വസ്തുവകളിലാവട്ടെ, ഞങ്ങളുടെ സ്വയജീവനിൽ തന്നെയുള്ള കർത്താവെ ആ നൂലാമലകളെല്ലാം അവിടുന്ന് വചനമാകുന്ന വെടുപ്പാകുന്ന, ഞങ്ങളെ ചെത്തി വെടുപ്പാക്കുന്ന കത്തിയാൽ ഞങ്ങളെ കർത്താവെ ചെത്തി വെടുപ്പാക്കി ഞങ്ങളുടെ സ്വയജീവനിലൊരു മരണം കൊണ്ടുവന്ന് ഞങ്ങളുടെ ആത്മാവിൽ ജീവൻ്റെ സമൃദ്ധിയിൽ അവിടുത്തെ സ്നേഹവും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞു കവിഞ്ഞ്
അങ്ങിൽ വസിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ വസിക്കുന്ന ഫലങ്ങൾ കായ്ക്കുവാൻ, നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അങ്ങിൽ വസിച്ചാലല്ലാതെ വസിക്കുന്ന ഫലങ്ങൾ, നിലനിൽക്കുന്ന ഫലങ്ങൾ കായ്ക്കാൻ പറ്റത്തില്ലല്ലോ കർത്താവേ. അതും കർത്താവേ ഞങ്ങളുടെ സ്വയപ്രയത്നത്താൽ ഒന്നും സാധിക്കത്തില്ലല്ലോ. ഞങ്ങൾ കർത്താവേ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ അങ്ങയിലങ്ങ് അവിടുത്തെ ആ സ്നേഹബന്ധത്തിലങ്ങ് വസിച്ചാൽ മതിയല്ലോ. ആ സ്നേഹത്താലാണല്ലോ ഞങ്ങൾക്ക് അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുവാനും, അങ്ങനെ അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ കർത്താവേ അധികമായിട്ട് ആഴത്തിൽ, അതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആഴത്തിൽ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുവാൻ തക്കവണ്ണം അതേ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രലോഭനത്തിൻ്റെയും പ്രതിസന്ധിയുടെയൊക്കെ മധ്യത്തിൽ അവിടുത്തെ കൽപ്പനകൾ കർത്താവേ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയാൽ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ അതനുസരിക്കുമ്പോൾ അതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ആഴത്തിലുള്ളൊരു തലത്തിലേക്ക് വരുവാൻ, അങ്ങനെ അവിടുത്തെ ആ സ്നേഹത്തിൽ അധികം ആഴത്തിൽ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇതെല്ലാം ഞങ്ങൾക്ക് ഒരു തിയറിയായിട്ട് ഇരിക്കാതെ ഞങ്ങളുടെ അനുഭവമാക്കി തീർക്കണം. അതിനായിട്ട് അവിടുത്തെ വചനത്തിന് എപ്പോഴും കീഴടങ്ങുവാൻ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ കർത്താവെ പരസ്പരം സ്നേഹിക്കുവാൻ, അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാനും, പരസ്പരം കർത്താവെ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവേ, നന്ദി. എല്ലാവരും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ കർത്താവേ, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് തന്നെ ഞങ്ങളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവായിട്ട് ഞങ്ങളിൽ വസിക്കണം. ആ ജീവൻ്റെ പ്രമാണം അനുസരിച്ച് കർത്താവേ ഞങ്ങൾക്ക് നടക്കണം. നന്ദി കർത്താവേ, നന്ദി. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി ഓർത്ത് സ്തുതിക്കുന്നു. അധികം ഫലം കായ്ച്ച്, വളരെ ഫലം കായ്ച്ച് അവിടുത്തെ ശിഷ്യന്മാരായിട്ട് ആയിത്തീരുവാൻ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.